ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അധ്യക്ഷരെ, സദസ്യരെ, നേതാക്കളെ, ഉമറാക്കളെ, ആലിമീങ്ങളെ, ദീനിന്റെ സഹായികളെ, ബഹുമാനപ്പെട്ട യുവതി യുവാക്കളെ, ചെറുപ്പക്കാരെ, കുട്ടികളെ, അല്ലാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇന്ന് നിങ്ങൾ എല്ലാവരും ക്ഷമയോടുകൂടെ ഇരിക്കണം. ഞാൻ ദുആ പോലും ഒരല്പം നീട്ടിയത് ഇന്നത്തെ ദിവസം ഈ രാത്രിയുടെ പ്രധാനം നിങ്ങൾ മനസ്സിലാക്കണം. ഈ രാത്രി റബീഉൽ അവ്വൽ 12 മുമ്പുള്ള ബഹുമാനപ്പെട്ട വെള്ളിയാഴ്ച രാവാണ്. മറ്റന്നാളാണ് ബഹുമാനപ്പെട്ട റബീഉൽ അവ്വൽ 12 രാവ്. അപ്പോൾ ഇതൊരു ശറഫാക്കപ്പെട്ട രാത്രി ആയതുകൊണ്ട് ദുആ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ദുആയാണല്ലോ മർമ്മം. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ പറയുന്നുണ്ട്. നിങ്ങൾ ദുആ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ അല്ലാഹു പരിഗണിക്കുക തന്നെയില്ല എന്നാണ്. ദുആ ചെയ്യാൻ ഒരുപാട് അവസരങ്ങൾ ഇടയ്ക്ക് അല്ലാഹു നൽകും. ഇതൊരു പ്രധാനപ്പെട്ട അവസരവും സമയവും സന്ദർഭവുമാണ്. അതുകൊണ്ട് പരിപാടിയിലൊക്കെ എല്ലാവരും ക്ഷമിച്ചിരുന്ന് അവസാനം കഴിഞ്ഞിട്ട് മാത്രമേ പോകാവൂ. നീട്ടിയൊന്നും ഞാൻ സംസാരിക്കൂല. എങ്കിലും ദുആ ഒക്കെ ഇന്ന് അവസാനം നമ്മൾ കുറച്ച് ദുആ ചെയ്യണം. ദുആ എന്നത് വളരെ മർമ്മപ്പെട്ട ഒരു കാര്യമാണ്, ഒരു അവസരമാണ്. നമ്മളാകട്ടെ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് ഇന്ന് വളരെ മുഹ്താജികളാണ്. അള്ളാഹു അവൻ്റെ റഹ്മത്ത്, വാസിഅത്തായ റഹ്മത്ത് നമുക്ക് ചൊരിഞ്ഞു തരട്ടെ. എല്ലാവർക്കും പല ജാതി പ്രശ്നങ്ങളാണ്. എവിടെ നോക്കിയാലും പ്രശ്നമാണ്. എവിടെ ചെന്നിറങ്ങിയാലും പ്രശ്നങ്ങൾ മാത്രമാണ് മനുഷ്യന് കേൾക്കാനുള്ളത്. കുടുംബപരമായ ഗാർഹികമായ പ്രശ്നങ്ങൾ, അങ്ങനെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ, രോഗങ്ങൾ. 6 മാസമായ കുട്ടി ക്യാൻസറായി മിംസിൽ കിടക്കുന്ന ഒരു കേസ് എൻ്റെ മുന്നിലുണ്ട്. അള്ളാഹു ഷിഫ കൊടുക്കട്ടെ. ക്യാൻസറാണ്. 6 മാസമായ കുട്ടിക്ക് ക്യാൻസറാണ്. 6 മാസമായ കുട്ടിക്ക് ഷുഗർ കംപ്ലൈന്റ് ആയി കിടക്കുന്നതും അതേ ആശുപത്രിയിൽ എനിക്കറിയും. 6 മാസമായ കുട്ടിക്ക് ഷുഗർ കംപ്ലൈന്റ് ആണ്. അള്ളാഹു തആല ഷിഫ കൊടുക്കട്ടെ. ഇങ്ങനെ മനുഷ്യൻ ഇന്ന് വളരെ രോഗഗ്രസ്തരാണ്. എവിടെയും മനുഷ്യന് ഇന്ന് ഒരു തരം മുസീബത്തിനെയാണ് മനുഷ്യൻ അഭിമുഖീകരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങളെ, നമ്മളെ ചരിത്രം അട്ടിമറിയാനുള്ള ഗൗരവമായ ചില കാര്യങ്ങളും പുണ്യനബിയുടെ മുഅ്ജിസാത്തിൽ നിന്ന് അല്പവും ചില പരിഹാര മാർഗങ്ങളുമാണ് ഇന്നത്തെ പ്രഭാഷണത്തിൽ ഞാൻ നിങ്ങളോട് പറയുക. ഇൻഷാ അല്ലാഹ്, അല്ലാഹു സഹായിച്ചാൽ, അല്ലാഹു സഹായിക്കട്ടെ. അതോടനുബന്ധിച്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. നിങ്ങളെല്ലാവരും ഒരു മുൻവിധി കൂടാതെ എല്ലാവരും ഇത് പഠിക്കണം. അപ്പൊ ഇത് ഒരു ഭാഷയ്ക്ക് പറയുന്ന ഒരു കാര്യമല്ല. ഇതിൽ ഭാഷയോ വക്കാണമോ ഇല്ല. നമ്മൾക്ക് നേരായ മാർഗത്തിൽ പോവുക, രക്ഷപ്പെടുക എന്നല്ലാതെ ഒന്നുമില്ല. കാരണം നല്ലത് മെല്ലെ മെല്ലെ ഇന്ന് കുത്തിയറ്റ് പോയി. നല്ലത് കാണാനില്ല. നല്ലതും ചീത്തയും മനുഷ്യർക്ക് തിരിച്ചറിവുമില്ല. അങ്ങനെ ഒരു ആപത്തിൽ നമ്മൾ മുസ്ലിം സമുദായം പെട്ടുപോയി. റബീഉൽ അവ്വൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മഞ്ചേരിയിൽ 2 ദിവസത്തെ പ്രഭാഷണം അവിടുത്തെ ചില ഓട്ടോറിക്ഷ തൊഴിലാളികളും ബന്ധപ്പെട്ടവരും ചില പണ്ഡിതന്മാരും ഒത്തുചേർന്ന് എന്നെ കൊണ്ട് നടത്തിയിരുന്നു. 2 ദിവസം ധാരാളം ആളുകൾ പങ്കെടുത്ത ഒരു പ്രഭാഷണം മഞ്ചേരി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. അള്ളാഹുവിന്റെ സഹായത്താൽ കുറച്ച് ആളുകൾ അതിൽ പങ്കെടുക്കുകയും ചെയ്തു. അതിലൊരു ലക്ഷ്യമുണ്ടായിരുന്നു. എന്ത്? മലബാറിന്റെ ഹൃദയമാണ് മഞ്ചേരി. അതിൻ്റെയൊക്കെ നന്മ ഇന്ന് മെല്ലെ മെല്ലെ നാടു നീങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ദീനിന്റെ ഒരു അസാസ്, അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ എങ്ങനെ ഇതൊക്കെ തള്ളുക? ദീനിന്റെ അടിത്തറ എങ്ങനെ തള്ളും? ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ദീനിന്റെ അടിത്തറ എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായ ഒരു സംഗതിയായി കണക്കാക്കരുത്. ഒരൊറ്റ ഉദാഹരണം വേണമെങ്കിൽ ഞാൻ പറയാം. നമ്മളെ വീടുകളിൽ മുഹീദ്ദീൻമാല ചൊല്ലുക എന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. ഈ മുഹീദ്ദീൻമാല ഇന്ന് ഉണ്ടാക്കിയതാണെങ്കിൽ, 10 കൊല്ലം ഉണ്ടാക്കിയതാണെങ്കിൽ, ഇപ്പൊ 25 കൊല്ലം മുമ്പുള്ള ഒരു പണ്ഡിതൻ ഉണ്ടാക്കിയതാണെങ്കിലും നമുക്കതേ കുറിച്ചൊക്കെ രണ്ടാമതൊരു നിലക്ക് ആലോചിക്കാം. എന്നാൽ ഏകദേശം 500ഓളം വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ബഹുമാനപ്പെട്ട പ്രഗൽഭ ഖാളിയും ഖുതുബും ആരിഫ് റബ്ബാനിയും ആയിരുന്ന മഹാനായ കുറ്റിച്ചിറ വലിയ ജുമാഅത്ത് പള്ളിയുടെ മുന്നിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സർവാംഗീകൃത പണ്ഡിതനായ ഖാളി മുഹമ്മദ് അൽ ആരിഫ് ഖാളി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയാണ് മുഹീദ്ദീൻമാല ഉണ്ടാക്കിയത്.
അവർ അത് ഉണ്ടാക്കുന്നത് AD 1607 AD 1607 മൊഹീദ്ദീൻ മാല ഉണ്ടാക്കിയത്. ആരാണ് ഇത് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ ഖാളി മുഹമ്മദാണ് റഹ്മത്തുള്ളാഹി അലൈഹി. ഖാളി മുഹമ്മദിന്റെ താരീഖ് കുറ്റിച്ചിറയിൽ പോയാൽ കിട്ടും. ഖാളി മുഹമ്മദ് ആരാ? അന്ന് മലബാർ അംഗീകരിക്കുന്ന സർവാംഗീകൃത പണ്ഡിതനാണ്, ആരിഫാണ്, ഖുത്ബാണ്, വലിയ മഹാനാണ്. അവർ ഇതിന്റെ ഈ മൊഹീദ്ദീൻ മാലയുടെ രചന അവർ അവസാനിപ്പിക്കുന്നത് AD 1607. മലയാളത്തിലെ ഖണ്ഡകാവ്യം എന്ന പേരിൽ അധ്യാത്മരാമായണം തുഞ്ചത്തെഴുത്തച്ഛൻ എഴുതിയത് കൊണ്ടാണ് മലയാളത്തിന്റെ പിതാവ് എന്ന പേരിൽ തുഞ്ചത്തെഴുത്തച്ഛൻ വാഴ്ത്തപ്പെട്ടത്. പക്ഷേ ചരിത്രത്തിലെ ഒരു വിധി എന്ന് പറയട്ടെ, മലയാളത്തിന്റെ പിതാവാകേണ്ടത് സത്യത്തിൽ തുഞ്ചത്തെഴുത്തച്ഛൻ അല്ല. തുഞ്ചത്തെഴുത്തച്ഛൻ മണിപ്രവാളത്തിൽ ഈ ഖണ്ഡകാവ്യം എഴുതുന്നത് AD 1612 അതിന്റെയും 5 വർഷങ്ങൾക്കും മുമ്പ് മൊഹീദ്ദീൻ മാലയുടെ രചന പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ മലയാളത്തിന്റെ പിതാവ് തുഞ്ചനല്ല, ഖാളി മുഹമ്മദാണ്. പക്ഷേ ഈ ഒരു കരുത്ത് നമുക്കുണ്ട് എന്ന് സമൂഹത്തിന്റെ മുന്നിൽ പറയാനുള്ള ഒരു സാംസ്കാരികവും സാഹിത്യപരവുമായ ഒരു പാരമ്പര്യ പൗതൃകത്തെ സൂക്ഷിച്ചു കൊണ്ട് നടക്കാനുള്ള രീതി പിൽക്കാല മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതാണ്. ഇങ്ങനെയുള്ള ഗതകാല പാരമ്പര്യം നമ്മളിൽ നിന്ന് നാടു നീങ്ങാനുള്ള അടിസ്ഥാനപരമായ കാരണം. ഇതെന്താ നമ്മൾ ചിന്തിക്കാത്തത്? എന്താ മനസ്സിലാക്കാത്തത്? ഖാളി മുഹമ്മദ് തങ്ങൾ കുറ്റിച്ചിറയിൽ പള്ളിയുടെ മുന്നിൽ കിടക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ ഖബറേ കുറ്റിച്ചിറ പള്ളിയുടെ കോമ്പൗണ്ടിലുള്ളൂ. സാധാരണ മറവ് ചെയ്യുക കണ്ണമ്പറമ്പിലാണ്. കുറ്റിച്ചിറ പള്ളിയുടെ ഉള്ളിൽ ആ കോമ്പൗണ്ടിൽ ഉള്ളത് ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താന്റെ ഷെയ്ഖായ സയ്യിദ് ജിഫ്രിയാണ്. ഒന്ന് റഹ്മത്തുള്ളാഹി അലൈഹി. സയ്യിദ് ജിഫ്രി പറഞ്ഞതനുസരിച്ചാണ് മാനവിക്രമം രാജാവ് കാര്യങ്ങൾ നടത്തിയിരുന്നത്. വെള്ളത്തിന് ക്ഷാമം വന്നപ്പോൾ വൈകുന്നേരം അസർ നിസ്കരിച്ച് കുറ്റിച്ചിറ പള്ളിയിൽ നിന്ന് അസർ നിസ്കരിച്ച് നടക്കാൻ ഇറങ്ങിയ സയ്യിദ് ജിഫ്രി വടികൊണ്ട് ചൂണ്ടിയതാണ്. അവിടെ കുളം കുത്തിയാൽ മതിയാകും, എന്നാൽ കോഴിക്കോട്ടുകാരെ വെള്ളക്ഷാമം എക്കാലത്തേക്കും തീർന്നു വന്നു. ഈ ഭൂമി മാനവിക്രമൻ രാജാവിൻ്റെതായിരുന്നു. ഇതറിഞ്ഞപ്പോൾ മാനവിക്രമൻ രാജാവ് തിരുമനസ് ഖാളിയരുടെ അടുത്തേക്ക് പാരിതോഷികങ്ങളുമായി ആളെ അയച്ച് പറഞ്ഞു, അങ്ങനെ അഭിപ്രായപ്പെട്ടു എന്ന് തിരുമനസ് അറിഞ്ഞിട്ടുണ്ട്, ഭൂമി അനുവദിച്ചിരിക്കുന്നു, എപ്പോഴാണെങ്കിൽ അങ്ങേക്ക് കുത്തിയടിക്കാം. പിറ്റേന്ന് പ്രഭാതത്തിൽ സുബഹി നിസ്കരിച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി റഹ്മത്തുള്ളാഹി അലൈഹി കുറ്റിയടിച്ചു. മാനവിക്രമൻ രാജാവിന്റെ ഭൂമിയിൽ കുറ്റിയടിച്ചു. തന്റെ ഷെയ്ഖാണ് സയ്യിദ് ജിഫ്രി, തന്റെ ഷെയ്ഖാണ്. ആരുടെ ഷെയ്ഖാണ്? ടിപ്പു സുൽത്താന്റെ ഷെയ്ഖാണ്. ഈ വിവരം അറിഞ്ഞപ്പോൾ ടിപ്പു സുൽത്താൻ മൈസൂരിൽ നിന്ന് ചോല നായക്കന്മാരെ അയച്ചു. ചോല നായക്കന്മാർ കുഴിച്ചു. ടിപ്പു സുൽത്താന്റെ നേതൃത്വം, സയ്യിദ് ജിഫ്രിയുടെ തെർബിയത്ത്, മാനവിക്രമന്റെ ഭൂമി. ഇതുകൊണ്ടാണ് അതിന് മാനാഞ്ചിറക്കുളം എന്ന് പേര് വന്നത്. ഇതിവിടുത്തെ ചരിത്രമാണ്. നിങ്ങൾക്ക് കുട്ടികളെ നമ്മളെ ചരിത്രം അറിയില്ല. നമ്മളെ ചരിത്രം അറിയാതെ പോയത് കൊണ്ട് എന്തായി? പഴയ നല്ലതിനെ മുഴുവനും ഇന്നത്തെ കുട്ടികൾ തള്ളിക്കളഞ്ഞു. നമ്മളെ എവിടുന്നാ നമ്മൾ വരുന്നത്? എന്താ നമ്മളെ ചരിത്രം? ചരിത്രത്തെക്കാൾ വലിയ ഒരു പാഠമില്ല. ഏറ്റവും വലിയ പാഠം ചരിത്രമാണ്. ഞാനിത് പറയാനുള്ള കാരണം, കുറ്റിച്ചിറ പള്ളിയുടെ പരിസരത്ത് ഒരു 4-5 ഖബർ മാത്രമേ ഉള്ളൂ. അതിൽ പ്രധാനപ്പെട്ട ഖബർ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന ഹൗളിന്റെ ഇപ്പോഴും കല്ലുകൊണ്ട് കുനിഞ്ഞിരുന്ന് ഒളു കൊടുക്കേണ്ട ഹൗളാണ് അവിടുത്തെ ഹൗള്. ഈ പള്ളി പറഞ്ഞാൽ നിസ്സാരപ്പെട്ട പള്ളിയല്ല. തൊട്ടപ്പുറത്തുണ്ടായ പള്ളി ഇത് സ്വഹാബത്തുണ്ടാക്കിയ പള്ളിയാണെന്ന് പ്രധാനപ്പെട്ടവരുടെ അഭിപ്രായം. അതിന്റെ തൊട്ടപ്പുറത്തെ പള്ളി നാഹൂദ മിസ്കാൽ ഉണ്ടാക്കിയതാണ്. ആ പള്ളിക്ക് 850 വർഷം കഴിഞ്ഞു മിസ്കാൽ പള്ളിക്ക് പോർച്ചുഗീസുകാർ ഈ പള്ളിക്ക് വെടിവെച്ചു. ഇന്നും അതിന്റെ അടയാളങ്ങൾ കാണാം. ആ പള്ളിയുടെ മുന്നിലെ ആദ്യത്തെ ഖബറാണ് ഖാളി മുഹമ്മദിന്റെ ഖബർ. ഖാളി മുഹമ്മദ് ആരാണ്? അൽ ആരിഫാണ്, വലിയ മഹാൻ. അക്കാലം എന്ന് പറഞ്ഞാൽ ഇക്കാലമല്ലല്ലോ. ഇക്കാലം വിവരം ഇല്ലാത്തത് കുപ്പായം ഇട്ട് വിവരമാക്കുകയാണ്. അന്ന് അങ്ങനെ അല്ലല്ലോ, വിവരം തന്നെയല്ലേ. അത് ഒറിജിനൽ വിവരമല്ലേ. ആരാ ഖാളി മുഹമ്മദ്? ഈ ഖാളി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി AD 1607 രചന പൂർത്തിയാക്കിയതാണ് മൊഹീദ്ദീൻ മാല. ഞാൻ ഇതെന്തിനായി പറഞ്ഞെന്ന് വെച്ചാൽ, നമ്മളെ മുൻഗാമികളുടെ അടയാളങ്ങൾ പലതും ഇവിടെ ഉണ്ടായിരുന്നു.
അതിനെ നമ്മൾ തള്ളിക്കളഞ്ഞു. പിന്നെ കാരണം എന്താ? ചില കാര്യങ്ങളെ നമുക്ക് അറിവില്ല, അറിവ് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ആളുകളും ഇല്ല. അറിവ് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ആളുകൾ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എല്ലാം വ്യർത്ഥമായ വരയും കുറിയുമായി തോന്നുകയാണ്. ബൈസന്റൈൻ കാലഘട്ടത്തിലെ ചില രേഖകൾ ഞാൻ ജോർദാനിലെ ഒരു കൊട്ടാര വളപ്പിൽ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ ജോർദാനിലെ ഒരു കൊട്ടാരത്തിൽ പോയിരുന്നു. അവിടെ ബൈസന്റൈൻ കാലഘട്ടത്തിലെ ചില രചനകൾ കാണുന്നു. ഈ രചനകൾ ഇന്ന് കലാകാരന്മാരുടെ കരവിരുതുകൾ മാത്രമാണ് സന്ദർശകനെ. എന്തുകൊണ്ട്? എന്നാൽ അതിൽ രഹസ്യങ്ങൾ ഉണ്ടാകും. ഈ ലിപി ഇന്ന് ലോകത്ത് ആർക്കും അറിയൂല എന്നതാണ് കാരണം. ഇതിൽ ഭൂമിയുടെ രഹസ്യങ്ങൾ കിടക്കുന്നുണ്ടാവും. അള്ളാഹ് ആരൊക്കെ എഴുതിയതോ. പക്ഷെ ഇന്ന് നമ്മൾ അതിനെ വ്യർത്ഥമായ ഒരു കലാകാരന്റെ കരവിരുതുകൾ പോലെ കാണുകയാണ്. എന്തുകൊണ്ട്? ആ ലിപി എന്താണെന്ന് ഇന്ന് നമുക്ക് അറിയൂല. നമുക്ക് അറിയാത്തതിനെ മുഴുവനും ഇന്ന് നമ്മൾ തള്ളുകയാണ്. അതൊന്നും ശരിയല്ല, അതൊന്നും ശരിയല്ല. ഈ ശരിയല്ല എന്ന് പറയുമ്പോൾ നമുക്ക് പറ്റിപ്പോയത് നമ്മുടെ അബദ്ധമാണ്, നമ്മുടെ വിവരക്കമ്മിയാണ്. എന്തുകൊണ്ട്? ഇത് വിവരമുള്ള ഒരു കാലഘട്ടത്തിന്റെ ശേഷപത്രമാണ്. അള്ളാഹു ആ ജനതക്ക് പുറത്തു കൊടുക്കട്ടെ. കുട്ടി, അത് ഇസ്ലാമിന്റെ നിർബന്ധമല്ല, അത് ഈമാനിലെ നിർബന്ധമാണ്. ഇസ്ലാമിലെ നിർബന്ധം അള്ളാഹു പ്രത്യക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഈമാനിലെ നിർബന്ധം അബ്ദ് തഖർറുബ് കൊണ്ട് കണ്ടെത്തണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അബ്ദ് മഅബൂദിനോട് ഒട്ടണം. അപ്പോൾ ഈമാനിന്റെ നിർബന്ധങ്ങൾ എന്താന്ന് മനസ്സിലാവും. ഇസ്ലാമിന്റെ നിർബന്ധം നിസ്കരിക്കലും നോമ്പൊൽക്കലും ഒക്കെയാണ്. പക്ഷെ ഇസ്ലാമിന്റെ നിർബന്ധം കബൂലാകണമെങ്കിൽ ഈമാന്റെ നിർബന്ധത്തിൽ കയറണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെയാണ്. ഇസ്ലാമിലെ നിർബന്ധം സ്വീകരിക്കും ചെയ്യും, സ്വീകരിക്കാതിരിക്കും ചെയ്യും. ഈമാനിലെ നിർബന്ധം സ്വീകരിക്കാതിരിക്കൂല. കാരണം ഈമാന്റെ നിർബന്ധം കബൂലാണ്. ഇസ്ലാമിന്റെ നിർബന്ധം ഇസ്ലാമിന്റെ നിർബന്ധം നിസ്കാരമാണ്. അത് സ്വീകരിക്കും ചെയ്യാം, സ്വീകരിക്കാതിരിക്കും ചെയ്യാം. ഈമാനിലെ നിർബന്ധം സ്വലാത്താണ്. സ്വലാത്ത് സ്വീകരിക്കാത്ത പ്രശ്നം ഉണ്ടാവില്ല. നിന്റെ ഒച്ചയുടെ ഭംഗിയും ജനങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരാൾ സ്റ്റേജ് കയറുന്ന സ്വലാത്ത് എല്ലാവരും സ്വലാത്ത് അല്ലാഹു സ്വീകരിക്കും. എന്തുകൊണ്ട്? അത് മദ്ഹ് മുഹമ്മദാണ്. അത് സ്വലാത്ത് മുഹമ്മദാണ്. ഉറക്കപ്പറ, സ്വലാത്ത് മുഹമ്മദാണ്. സുബ്ഹാന ജല്ല വഅല. ഇസ്ലാമിലെ നിർബന്ധം സ്വീകരിക്കാതെ വരും. ഈമാന്റെ നിർബന്ധം ഈമാന്റെ നിർബന്ധം ഒരിക്കലും കബൂലാക്കാതിരിക്കൂല. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഈമാനിലെ നിർബന്ധമാണ് അസ്സലാത്തു അലാ റസൂലില്ലാഹ്. ഇസ്ലാമിലെ നിർബന്ധമല്ല. ഇസ്ലാമിലെ നിർബന്ധമല്ല. ഈമാനിലെ നിർബന്ധം. ഈമാനിലെ നിർബന്ധം സ്വീകരിക്കും ചെയ്യാം, സ്വീകരിക്കാതിരിക്കും ചെയ്യാം. നോമ്പൊൽത്താൽ സ്വീകരിക്കും ചെയ്യാം, സ്വീകരിക്കാതിരിക്കും ചെയ്യാം. നിസ്കരിച്ചാൽ സ്വീകരിക്കും ചെയ്യാം, സ്വീകരിക്കാതിരിക്കും ചെയ്യാം. ഹജ്ജ് ചെയ്താൽ സ്വീകരിക്കും ചെയ്യാം, സ്വീകരിക്കാതിരിക്കാൻ ചെയ്യാം. സ്വലാത്ത് ചൊല്ലിയാൽ സ്വീകരിക്കും, ഉറപ്പ്, സംശയം. ഇസ്ലാമിന്റെ അമൽ മുഖസ്സമ, ഈമാന്റെ അമൽ ഗൈർ മുഖസ്സമ. എന്താ അങ്ങനെ? ഇസ്ലാമിന്റെ അമൽ മുഖസ്സമാണ്. അത് തഖ്സീം ചെയ്യും, ഓഹരി ചെയ്യും. ഇസ്ലാമിന്റെ അമലും കൊണ്ട് ഒരാൾ മഹശറിൽ വന്നു എന്ന് സങ്കല്പിക്കും. ഒരാൾ മഹശറിൽ ബികസീരിൻ മിന സ്വലാത്തി വസ്സദഖത്തി വസ്സിയാമി വൽഹജ്ജി വത്തബറുഅതി വൽഖിറാഅതി, ഒരുപാട് നിസ്കാരം, ഒരുപാട് നോമ്പ്, ഇതെല്ലാം കൊണ്ട് ഒരു മനുഷ്യൻ അള്ളാന്റെ കോടതിയിൽ മഹശറിൽ വന്നു എന്ന് സങ്കല്പിക്കട്ടെ. ഫജാഅഹു വാഹിദുൻ, അപ്പോൾ ഒരാൾ വന്നിട്ട് അള്ളാനോട് പറഞ്ഞു, അല്ലാഹ് നീ ഇയാളുടെ അമല് തൂക്കാൻ ഒരുങ്ങുകയല്ലേ? ഇയാളെ അമല് നീ തൂക്കാൻ പറ്റുമോ റബ്ബേ? ഹാദാ ശത്വറബനി, ഇവൻ എന്നെ അടിച്ചവനാണ്. വലം യതുബ്, എന്നോടും വലം യുർലിനി, എന്നെ തൃപ്തിപ്പെടുത്തിയിട്ടില്ല, എന്നെ പൊരുത്തപ്പെടിച്ചിട്ടും ഇല്ല, എന്നെ അടിച്ചവനാണ് പടച്ചവനെ. ഇവൻ എന്നെ ഈ മമ്പാട്ടങ്ങാടി വെച്ച് തച്ചിട്ടുണ്ട് റബ്ബേ, അടിച്ചിട്ടുണ്ട്, പിന്നെ പൊരുത്തപ്പെടിച്ചിട്ടും ഇല്ല. അപ്പോൾ അല്ലാഹ് എന്ത് ചെയ്യും? നിസ്കാരത്തിൽ നിന്ന് നോമ്പൊന്നും അമലുൽ ഇസ്ലാമിൽ, ഇസ്ലാമിന്റെ അമലുകളിൽ നിന്ന് വാരിയിട്ട് ആ മനുഷ്യൻ കൊടുക്കും. അയാൾ പോകും. അപ്പോൾ പിന്നെ അടുത്ത ആൾ വരും. അയാൾ പറയും, പടച്ചോനെ ഇവൻ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, വലം യുർലിനി, എന്നെ പൊരുത്തപ്പെടിച്ചിട്ടില്ല. അപ്പോൾ ഇസ്ലാമിന്റെ അമലിൽ നിന്ന് പിന്നെയും വാരിയിട്ട് അയാൾക്ക് കൊടുക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ.
വേറൊരാൾ വരും, അയാൾ പറയും ഞാൻ ചെയ്യാത്ത വ്യഭിചാരം ഇയാൾ എന്റെ മേൽ ആരോപിച്ചിട്ടുണ്ട് റബ്ബേ. അപ്പോൾ വീണ്ടും ഇസ്ലാമിന്റെ അമലിൽ നിന്ന് വാരിയിട്ട് അയാൾക്ക് അള്ളാഹു കൊടുക്കും. അള്ളാഹു അവനിന്റെ മേൽ വ്യഭിചാരം ആരോപിച്ചു, അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു നമ്മളെ തമ്മാടിത്തരത്തെ തൊട്ടും തമ്മാടിത്തര ആരോപണ വിധേയരാകുന്നതിനെ തൊട്ടും അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്നെ പൊരുത്തപ്പെടിച്ചില്ല, അപ്പോൾ എന്ത് ചെയ്യും? വാരിയിട്ട് കൊടുക്കും. പിന്നെ ഒരാൾ വരും, ഇവനെന്നെ കുത്തിയിട്ടുണ്ട്, ഇവനെന്റെ പണി കളഞ്ഞിട്ടുണ്ട്, ഇവനെനിക്ക് പാര വെച്ചിട്ടുണ്ട്, ഇവന്റെ ഏർപ്പാട് മുടക്കിയിട്ടുണ്ട്, എന്റെ വല്ല കുട്ടികളെ കഞ്ഞോടി മുട്ടിച്ചിട്ടുണ്ട്, വലം യുർദിനി പൊരുത്തപ്പെടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഓരോരുത്തരും വരുന്നതിനനുസരിച്ച് അമൽ, ഇസ്ലാമിന്റെ അമൽ വാരിയിട്ട് അല്ലാഹു അവനിങ്ങനെ കൊടുക്കും. അവസാനം അവൻ അള്ളാഹ്ക്ക് ഒരു അമലും ചെയ്യാത്തവനായി പോയി മാറും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പിന്നെ വേറൊരാൾ വരും, എല്ലാ അമലും കഴിഞ്ഞ് ഒക്കെ തീർന്ന് അപ്പൊ വേറൊരാൾ വന്നു, റബ്ബനി, ഇവൻ തന്നെയാണ് ഇന്നെ അടിച്ചത്, ഇവനെ തടിച്ചിട്ടുണ്ട് പഠിച്ചവനെ എന്ന് പറയും. അപ്പൊ അവിടെ അമലില്ല. ഇനി അവന്റെ കയ്യിൽ ഒരു അമലുണ്ട്. എന്ത്? അസ്സലാത്തു അലാ റസൂലില്ലാ വലം യുഖസ്സം. അത് അല്ലാഹ് എടുക്കന്നല്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മനസ്സ് തുറക്ക. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ചിന്തിച്ചോ, അവന്റെ കയ്യിൽ എല്ലാം കഴിഞ്ഞ് സലാത്ത് നോക്കിയായി. അപ്പോഴാണ് വേറൊരാൾ വന്നത്, റബ്ബേ അയാൾ ഇന്നെ ചെയ്തിട്ടുണ്ട്, ഇന്നെ പൊരുത്തപ്പെടിച്ചിട്ടില്ല, അപ്പൊ ഇവന്റെ കയ്യിൽ അമലില്ല. ഇനി ആകെയുള്ളത് അമൽ എന്താ? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഇവന്റെ കയ്യിൽ ആകെയുള്ളത് അസ്സലാത്തു അലാ റസൂലില്ലാ. പക്ഷെ ഈ അമലിൽ അള്ളാഹ് കൈവെക്കൂല. എന്തുകൊണ്ട്? ഈ അമൽ അള്ളാഹ്ക്കുള്ളത് മാത്രമല്ല, ഇത് അള്ളാഹിന്റെ അബ്ദിന് കൂടിയുള്ളതാണ്. അബ്ദിന്റെ ഹക്കിൽ അള്ളാഹ് കൈവെക്കൂല. അബ്ദ് മുഹമ്മദാണ്, അതോടെ വാക്യം. ഇത് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട അബ്ദിനെ സമർപ്പിച്ചതാണ്. അസ്സലാത്തു അലാ റസൂലില്ലാ. ഇനി എന്ത് ചെയ്യാ? ചിലപ്പോൾ ഇയാൾക്ക് നരകവാസിയാകേണ്ടി വരാം. ചിലപ്പോൾ അവൻ ചെയ്ത അബദ്ധങ്ങൾ അള്ളാഹു സ്വയം തഹമ്മുൽ ചെയ്തിട്ട് അള്ളാഹു അവന്റെ മഹ്ൽ ഫളിൽ നിന്ന് അന്യായക്കാരന് കൊടുക്കും. തൂക്കാൻ, തുലാസിലെടുത്ത് വെക്കാൻ ഒറ്റ കാര്യം ചിലപ്പോൾ ബാക്കിയാവുള്ളൂ. എന്ത്? അസ്സലാത്തു അലാ റസൂലില്ലാ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത് ആയുസ് മുഴുവനും സ്വലാത്ത് ചെല്ലാൻ തീരുമാനിച്ച സ്വഹാബിയോട് നിനക്ക് സ്വർഗ്ഗം ഉറപ്പാണ് എന്ന് മുത്തുനബി പറഞ്ഞത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് മുഖസ്സമല്ല, ഒരു മുഖസ്സമ. അസ്സലാത്തു അലാ റസൂലില്ലാ. അതാണ് ഇന്നലത്തെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത്. 1000 സ്വലാത്ത് ഒരു മനുഷ്യൻ ചെല്ലിയാൽ അവന് 1000 ചെല്ലിയ റിക്കാർഡോടെ കിടക്കും. അവന് സ്വർഗ്ഗം ഉറപ്പാണ്, നരക ഹറാമാണ്. അല്ലാഹു കാക്കട്ടെ. എന്തുകൊണ്ട്? അസ്സലാത്ത് ഇസ്ലാമിലെ ഫർളല്ല, ഈമാൻ സ്വീകരിക്കും എന്ന കാര്യം ഉറപ്പാണ്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി സ്വലാത്ത് ചെല്ലിയാൽ പോലും സ്വീകരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ജനങ്ങളെ കാണിക്കാൻ ഖുർആനോട് സ്വീകരിക്കൂല, ജനങ്ങളെ കാണിക്കാൻ സ്വലാത്തില്ല സ്വീകരിക്കും. എന്തുകൊണ്ട്? അള്ളാന്റെ ഹബീബിനെ സമർപ്പിച്ചതാണത്. ഹബീബിന്റെ ഹക്കാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്കപ്പറ മുത്ത് മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യൻ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് സ്വലാത്തില്ല. അപ്പോഴോ ജനങ്ങളെ കാണിക്കാനാണ് ചെല്ലിയാലും ഒരു കാര്യം നടന്നു. വറഫഅനാ ലക ദിക്റക അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖല ളഹ്റക വറഫഅനാ ലക. നബിയുടെ നാമം ഉയർത്താൻ ഇയാൾ അധ്വാനിച്ചിട്ടുണ്ട്. അത് അള്ളാഹ് ഏറ്റതാ, അതിന് ഇയാൾ സഹായിച്ചിട്ടുണ്ട്. അള്ളാന്റെ മഹ്ൽ ഫളിനാൽ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈമാനെ ഫർളാണ് കുട്ടിയെ. മൗലൂദ് ഓതുക എന്ന് പറഞ്ഞാൽ മുഅ്മിന് ഫർളാ. അത് ദിക്ർ മുഹമ്മദാ. ഉറക്കപ്പറ, ദിക്ർ മുഹമ്മദാ. അവന്റെ നേതാവല്ലേ? എന്താ വിചാരിച്ചത്? നേതാവല്ലേ അത്? വേറൊരാളെയും പറയാൻ അല്ലാഹ് ഇങ്ങനെ വിചാരിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ആദമിന്റെ കാലത്ത് നിസ്കാരമുണ്ട്, പക്ഷെ ആദമിന്റെ കാലത്ത് ബാങ്കില്ല.
ശീതന്റെ കാലത്ത് നിസ്കാരമുണ്ട്, പക്ഷേ ശീതന്റെ കാലത്ത് ബാങ്കില്ല. ഇദ്രീസിന്റെ കാലത്ത് നിസ്കാരമുണ്ട് അലൈഹിസ്സലാം, പക്ഷേ ഇദ്രീസിന്റെ കാലത്ത് ബാങ്കില്ല. നൂഹ് നബിയുടെ കാലത്ത് നിസ്കാരമുണ്ട്, പക്ഷേ നൂഹ് നബിയുടെ ജനതക്കുള്ള നോമ്പ് ബാങ്ക് ശറഅാക്കിയിട്ടില്ല. ഇബ്രാഹിം നബിയുടെ കാലത്ത് നിസ്കാരമുണ്ട്, ബാങ്കില്ല. ഇബ്രാഹിം നബി ഹജ്ജിന് വാങ്ങ് കൊടുത്തിട്ടില്ലേ എന്ന് ഇജ്ജ് വിചാരിച്ച വാങ്കല്ല. ഹജ്ജിന് വാങ്ങ് കൊടുത്തിട്ടില്ലേ മൂല്യരെ, പിന്നെ ഇപ്പൊ നിങ്ങൾ വാങ്ങില്ല എന്ന് പറഞ്ഞാലോ? ഇജ്ജ് വിചാരിച്ച വാങ്കല്ലടാ. അത് കഅബാലയത്തിന്റെ പണി പൂർത്തിയായപ്പോ മഖാം ഇബ്രാഹിമിന്റെ മുകളിൽ കയറി നിന്നിട്ട് 4 ഭാഗം തിരിഞ്ഞ് ഹലുമ്മു ഇലാ ബൈത്തില്ലാ, ഹലുമ്മു ഇലാ ബൈത്തില്ലാ, ഹലുമ്മു ഇലാ ബൈത്തില്ലാ, ഹലുമ്മു ഇലാ ബൈത്തില്ലാ. ഇതാ വാങ്ങ്, ഇത്രയേ ഉള്ളൂ വാങ്ങ്, വേറെ ഒന്നുമില്ല. ഇന്നത്തെ ബാങ്കില്ല, ആരുടെ കാലത്തുമില്ല. സയ്യിദ്ന ഇബ്രാഹിം. എന്റെ എല്ലാഞ്ഞും ഒരു അബ്ദിന്റെയും പേരുയർത്താൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. ഇതുപോലെ മുഹമ്മദ് നബിയുടെ കാലത്ത് നിസ്കാരത്തിന് പരസ്യമാക്കിയപ്പോൾ ശറഅാക്കിയതാണ് ബാങ്ക്. ബാങ്കിൽ ഒരു അബ്ദിന്റെ നാമം ഉയർത്തുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഒരു അബ്ദിന്റെ നാമം ഉയർത്താൻ ഉദ്ദേശിച്ചു. അബ്ദല്ലേ കുട്ടി? ഇത് റസൂൽ എന്ന് വെറും റസൂലാണെങ്കിൽ കുട്ടി, റസൂലില്ലാത്ത കാലുണ്ടോ? മൂസാ നബി റസൂലല്ലേ? എന്റെ മൂസാ നബിക്ക് എന്റെ ജനതക്ക് ഇതില്ലാഞ്ഞു. നിസ്കാരം അവർക്കുണ്ടല്ലോ, നിസ്കാരല്ലേ? സുലൈമാൻ നബിക്ക് നിസ്കാരല്ലേ? അസർ നിസ്കാരം ഫർളായിരുന്നില്ലേ? അസർ നിസ്കാരം കളയായതിനല്ലേ സുലൈമാൻ നബി 20,000 കുതിരയെ ദാനം ചെയ്തത്? ഖുർആനിലില്ലേ സംഭവം? നിസ്കാരം ഉണ്ടായിരുന്നു എല്ലാ നബിമാർക്കും, നിസ്കാരമില്ലാത്ത നബിയില്ല. വമാ ഉമിറൂ ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാ വയുഖീമുസ് സ്വലാത്ത വയുഅ്തുസ് സകാത്ത വദാലിക ദീനുൽ ഖയ്യിമ. നിസ്കാരവും സകാത്തും ഇല്ലാത്ത ഒരു ജനതയും കഴിഞ്ഞു പോയിട്ടില്ല. പക്ഷേ ബാങ്കില്ല, ബാങ്കില്ല. സയ്യിദ് സുലൈമാൻ വർക്കപ്പർ മടി കാണിക്കരുത്. സയ്യിദ് സുലൈമാൻ കാറ്റത്ത് പറഞ്ഞ ആളല്ലേ സയ്യിദ്ന സുലൈമാൻ? അസർ നിസ്കാരം ഫർളായില്ലേ സയ്യിദ്ന സുലൈമാൻ? ബാങ്കില്ല, 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 ബാങ്കില്ല. അസർ നിസ്കാരം കളയാകുന്നത് കണ്ടപ്പോഴല്ലേ 15 കോടി കിലോമീറ്റർ ദൂരെയുള്ള സൂര്യഗോളത്തെ അസർ നിസ്കരിക്കാൻ വേണ്ടി യൂശഅ തടഞ്ഞു നിർത്തിയത്. ഇത് സ്വഹീഹുൽ ബുഖാരിയിൽ ഉണ്ടല്ലോ. അപ്പോൾ യൂശഅന് അസർ നിസ്കാരം ഉണ്ടായിരുന്നു, പക്ഷേ യൂശഅന് ബാങ്ക് ഇല്ല. യൂശഅ റസൂലല്ലേ? റസൂലാണ്, പക്ഷെ ബാങ്കില്ല. എന്തുകൊണ്ട്? ബാങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ നാമം ഉയർത്തുന്നുണ്ട്. അക്കാലത്ത് ഒരു റസൂലിന്റെയും നാമം ഇങ്ങനെ ഉയർത്താൻ അള്ളാഹു തആല കരുതിയിട്ടില്ല. നിസ്കാരമില്ലാത്ത ഒരു നബിയും ഇല്ല. സയ്യിദുന ആദം മുതൽ സയ്യിദുന ഈസ വരെ എന്തുണ്ട്? നിസ്കാരമുണ്ട്. എന്ത് ഇല്ല? ബാങ്ക് ഇല്ല. എന്ത്? റസൂലിന്റെ നാമം ഉയർത്തണം. അതിന് വേറൊരു റസൂലിന്റെയും നാമം ഉയർത്താൻ അള്ളാഹു തആല ഉദ്ദേശിച്ചിട്ടില്ല. എങ്ങനെയുണ്ട്? എന്താ കുട്ടി, നിങ്ങൾ എന്താ വിചാരിച്ചത്? മുഹമ്മദ് നബി സാധാരണ റസൂലല്ല. മുഹമ്മദ് നബി സാധാരണ റസൂലല്ല. മുഹമ്മദ് മുസ്തഫ സാധാരണ റസൂലേ അല്ല. ഏതൊരു നബിയുടെയും പേര് കേട്ടാൽ സ്വലാത്ത് ചൊല്ലണമെന്നേ ഉള്ളൂ. പേരുണ്ടാക്കി സ്വലാത്ത് ചെല്ലൽ ശറഇല്ല. ആദമിന്റെ പേരിൽ ഒരു സ്വലാത്തില്ല, നൂഹിന്റെ പേരിൽ ഒരു സ്വലാത്തില്ല. എന്തിന്? ഇബ്രാഹിം വലിയ ആളല്ലേ. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകുൻ മിനൽ മുശ്രികീൻ ശാകിറൻ ലിഅൻഉമിഹി ഇജ്തബാ വഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം വഅതൈനാഹു ഫിദ്ദുനിയാ ഹസന വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. ഇബ്രാഹിം കാന ഉമ്മ. ഇബ്രാഹിം തനിയെ ഒരു സമൂഹമാണ്. ഇബ്രാഹിം വ്യക്തിയല്ല, ഇബ്രാഹിം സമൂഹമാണ്. ഇന്ന ഇബ്രാഹിം കാന ഉമ്മ. ഇബ്രാഹിം ഒറ്റക്ക് തന്നെ വ്യക്തിയല്ല, ഇബ്രാഹിം ഒറ്റക്ക് തന്നെ ഒരു സമൂഹമാണ്. പക്ഷെ ഇബ്രാഹിമിനും ബാങ്കില്ല. എന്തുകൊണ്ട്? ഇബ്രാഹിമിന്റെ നാമവും ഇപ്പടി ഉയർത്താൻ അല്ലാഹു തആല തീരുമാനിച്ചില്ല.
ഇബ്രാഹിം നബിന്റെ പേരിൽ മുഹമ്മദ് നബിയെ സ്വലാത്ത് ചെല്ലുമ്പോൾ കൂട്ടത്തിൽ ഇബ്രാഹിമിനെ അനുസ്മരിക്കുന്നോന്നല്ലാതെ ഇബ്രാഹിമിന്റെ പേരിൽ ഒറ്റക്കൊരു സ്വലാത്തുമില്ല. മുഹമ്മദ് നബിയെ സ്വലാത്ത് ചെല്ലുമ്പോൾ കൂട്ടത്തിൽ ഇബ്രാഹിമിനെ അനുസ്മരിക്കും. അതിന് കാരണമുണ്ട്. മുഹമ്മദ് നബിക്ക് വേണ്ടി 4000 കൊല്ലം മുമ്പ് ദുആ ചെയ്ത നബിയാണ് ഇബ്രാഹിം. അപ്പോൾ ഇബ്രാഹിമിനെ കൂട്ടും. ഒരു നബിയിൽ സ്വലാത്തിൽ ഒരു നബിയെ അനുസ്മരിക്കുന്നുണ്ട്. അതാരാണ്? ഇബ്രാഹിം. അതെന്തേ? അത് ഇബ്രാഹിമിന് അസുലഭമായ ഭാഗ്യമാണ്. സ്വലാത്ത് കയറി കൂടിയിട്ടുണ്ട് ഇബ്രാഹിം. വേറൊരു നബിയും സ്വലാത്തിൽ കൂടിയിട്ടില്ല. ഒരു നബി സ്വലാത്തിൽ കൂടിയിട്ടുണ്ട്. അതാരാ? ഇബ്രാഹിം. അതെന്താ ഇബ്രാഹിമിന് ആ ഭാഗ്യം കിട്ടിയത്? ഇബ്രാഹിം തന്റെ അസുലഭമായ ദുആഇന്റെ സന്ദർഭം മുഹമ്മദിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബസ് അന്ന് ഇബ്രാഹിം കഅബാലയം പടുത്തുയർത്തുകയാണ്. وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم ربنا وابعث بهم رسولا ഇബ്രാഹിം ഇബ്രാഹിം കഅബാലയത്തിന്റെ കല്ല് പെറുക്കി വെച്ച് കഅബാലയത്തിന്റെ ചുമര് ഇങ്ങനെ ഉയർത്തുന്ന പണിയെടുക്കുകയായിരുന്നു സയ്യിദുനാ ഇബ്രാഹിം. അന്ന് ഇബ്രാഹിം ദുആ ചെയ്തുകൊണ്ടാ പണിയെടുത്തത്. എന്താ ദുആ? റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഈ കർമ്മം നീ സ്വീകരിക്കണം, അല്ലാഹുമ്മ സ്വീകരിക്കട്ടെ. പിന്നെ ഇസ്മായിലും സഹായിച്ചുകൊണ്ട് തൊട്ടടുത്ത് കല്ലും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ബാപ്പാക്ക് കല്ല് കൊടുക്കും. ബാപ്പ പെറുക്കി വെക്കും. പിന്നെ പറഞ്ഞു റബ്ബന വജഅൽനാ മുസ്ലിമൈൻ, എന്നെയും എൻ്റെ കുഞ്ഞുമോനെയും മുസ്ലിമായി മരിപ്പിക്കണം അല്ലാഹ്. 2 എന്താ 3 റബ്ബന വബഅത് ബിഹിം റസൂലാ, നീ പറഞ്ഞ മഹാനായ റസൂലിനെ എൻ്റെ ഈ നഗരത്തിൽ നീ ജനിപ്പിക്കണം. നീ ആലമുൽ അർവാഹിൽ വെച്ച് ഞങ്ങളെ ഒരു റസൂലിനെ പറ്റി പഠിപ്പിച്ചിട്ടുണ്ട്, മുഹമ്മദ്. ആ റസൂലിനെ എന്റെ പരമ്പരയിലായി ഈ ഞാൻ ഉണ്ടാക്കിയ നഗരപിതാവല്ലേ, മക്കയുടെ നഗരപിതാവാണ് ഇബ്രാഹിം. അപ്പോൾ ഇബ്രാഹിം പ്രാർത്ഥിച്ചു, അല്ലാഹ് നീ ആ മഹാനായ റസൂലായി പരിചയപ്പെടുത്തിയ റസൂൽ എന്റെ ഈ നഗരത്തിൽ ഉദയം ചെയ്യണം, മുഹമ്മദ്. അപ്പോൾ മുഹമ്മദ് നബി മക്കയിൽ ജനിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച നബിയാണ് ആര്? ഇബ്രാഹിം. അപ്പോൾ ഇബ്രാഹിമിനെ സ്വലാത്ത് കൂട്ടിയിട്ടുണ്ട്. ഇബ്രാഹിമിനെ ഒരു ആനുകൂല്യം അല്ലാതെ ഒരു റസൂലും സ്വലാത്ത് കൂടിയിട്ടില്ല. അക്കലിന്റെ ദർവാസ തുറന്നു നോക്ക്, ഹൃദയത്തിന്റെ വാതിലും തുറന്നു നോക്ക്. എന്നിട്ട് അക്കലിന്റെ വ്യാപാരത്തിൽ നിന്ന് അതുകൊണ്ട് പണിയെടുത്ത് കിട്ടുന്ന ലാഭം ഹൃദയത്തിൽ സൂക്ഷിക്ക്. ഇത് ഹൃദയത്തിൽ സൂക്ഷിക്കാനുള്ള ഉറുദിയാണ്. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. ഈ ഇബ്രാഹിമിന് 10,000 നബിമാരായി പേരമക്കളുണ്ട്. മിണ്ടില. ഇബ്രാഹിമിന്റെ മറ്റൊരു മകൻ ഇസ്ഹാഖ് നബിയ. ഇസ്ഹാഖിന്റെ പുത്രൻ യാക്കൂബ് നബിയ. യാക്കൂബിന്റെ പുത്രൻ യൂസുഫ് നബിയ. അവരുടെ പുത്രന്മാരാണ് ബനൂ ഇസ്രായേലികളിൽ വന്നിട്ടുള്ള 10,000 നബിമാർ. അവർക്ക് ബാപ്പയാണ് ആര്? ഇബ്രാഹിം. പക്ഷെ അവരെ പറ്റി മിണ്ടിയില്ല സയ്യിദുനാ ഇബ്രാഹിം. മിണ്ടിയില്ല സയ്യിദുനാ ഇബ്രാഹിം. ഉറക്കപ്പറ സയ്യിദുനാ ഇബ്രാഹിം മിണ്ടിയില്ല. ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم. ഒരു മനുഷ്യൻ ജനത്തെ ശുദ്ധീകരിക്കും. ആ മനുഷ്യനെ ഈ മക്കയിൽ നീ അയക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ എന്താ പറഞ്ഞത്? ശുദ്ധീകരിക്കുന്ന മനുഷ്യൻ. അപ്പോൾ ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ മുന്നിൽ ചെന്നവർ ശുദ്ധിയാവും. ആ മനുഷ്യനെ പറഞ്ഞവർ ശുദ്ധിയാവും. ആ മനുഷ്യനെ കേട്ടവർ ശുദ്ധിയാവും. ഒരിക്കൽ എന്തുണ്ടായി? ആടുകളെ തേറ്റുകയായിരുന്നു. അയാൾ ഒരു മരത്തിനിങ്ങനെ ചാരിയിരുന്നുറങ്ങുകയും ചെയ്തു. ആടുകൾ ഇങ്ങനെ മേഞ്ഞു നടന്നു. തന്റെ അൽമുഅ്ജിസാത്തിൽ രേഖപ്പെടുത്തിയതാണ്. ഈ ഗ്രന്ഥം എന്റെ കൈവശമുണ്ട്. ആരാണ് ഹാഫിദ് ഇബ്നു കസീർ? ഹാഫിദ് ഇബ്നു കസീർ ഇബ്നു തൈമിയയുടെ ശിഷ്യനാകുന്നു.
ഹാഫിദ് ഇബ്നു കസീർ തന്റെ അൽ മുഅ്ജസാത്തിൽ രേഖപ്പെടുത്തിയ റിക്കാർഡ് കാണാം. ഈ ഗ്രന്ഥം എന്റെ കൈവശമുണ്ട്, വെറുതെ പറയുകയല്ല. മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ കാലഘട്ടത്തിൽ ദലായിലിൽ ഈ സംഭവം ഇമാം ബൈഹഖി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ബഹുമാനപ്പെട്ട പുണ്യ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ കാലഘട്ടത്തിൽ ഉള്ള ഒരു സംഭവം ഇവരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ സംഭവം? ഒരിക്കൽ ഒരു ഇടയൻ ആടുകളെ തീറ്റുകയാണ്. ഉറക്കം വന്നപ്പോൾ അയാൾ ഇങ്ങനെ മരത്തിന് ചാരിയിരുന്നു, മെല്ലെ ഉറങ്ങി. അപ്പോൾ ചെന്നായ പെയ്യെ 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 മെല്ലെ 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 ചെന്നായ വന്ന് ഒരാടിനെ പിടിച്ച്. ആടിനെ പിടിച്ചപ്പോൾ ആട് ബഹളം വെച്ച് മറ്റാളുകളും കൂട്ടത്തോടെ ഓടി ബഹളം വെക്കാൻ തുടങ്ങി. ഇടയൻ ഉണർന്നു, നോക്കുമ്പോൾ ചെന്നായ ആടിനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയൻ തന്റെ മുട്ടം വടിയെടുത്തിട്ട് ഓടി ചെന്നിട്ട് ചെന്നായെ അടിക്കാൻ തുടങ്ങി. വിടടാ വിടടാ വിടടാ. അപ്പോൾ ചെന്നായ എങ്ങോട്ട് തിരിഞ്ഞു. ഏ മനുഷ്യ, ചെന്നായെ ഇടയൻ ഇങ്ങനെ അടിച്ചപ്പോ എന്ത് ചെയ്ത്? ചെന്നായ തിരിഞ്ഞു നിന്നിട്ട് ഇടയനോട് പറഞ്ഞു, എന്റെ വായയിലേക്ക് എനിക്ക് അല്ലാഹ് ഇന്ന് തന്നിട്ടുള്ള സ്വാദിഷ്ടമായ എന്റെ ഭക്ഷണം എന്റെ വായയിൽ എത്തിയിട്ട് നീ അത് വായയിൽ നിന്ന് മുടക്കുകയാണോ? എടാ, ഞാൻ വരാതെ നോക്കാനാണ് എന്നെ ഏൽപ്പിച്ചത്, അത് നീ ചെയ്തില്ല. ഞാൻ കൂട്ടത്തിൽ കുറെ ചുറ്റിയിട്ടാണ് എന്നെ പിടിക്കാൻ തക്കം കിട്ടി പിടിച്ചത്. അപ്പോഴും നീ ഉണർന്നില്ല. അപ്പോഴൊക്കെ നീ ഉണരാത്തോണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്ക് റിസ്ക് കുറച്ച്. പിന്നെ ഞാൻ പിടിച്ച് നല്ല പിടുത്തത്തിലായി എനിക്ക് പിടുത്തം കിട്ടിയത്. അപ്പൊ എനിക്ക് കുറച്ച് സ്വാദിഷ്ടമായ ആട്ടിറച്ചി ആവട്ടെ ഇന്ന് എന്റെ ഭക്ഷണം എന്ന് വിചാരിച്ച് ഞാനത് തിന്നാനൊരുങ്ങുമ്പോഴാണ് ഈ പാഞ്ഞു വന്നത്. എടാ, നീ ഉത്തരവാദിത്തം നിർവഹിക്കാത്തത് കൊണ്ടല്ലടാ ഞാൻ ഇതിനെ പിടിച്ചത്. എന്റെ റബ്ബ് എന്റെ വായക്ക് തന്ന സ്വാദിഷ്ടമായ ഭക്ഷണം ഇന്ന് നീ എന്റെ വായയിൽ നിന്ന് തടയുകയാണോ എന്ന് ചെന്നായ ഇടയനോട് ചോദിച്ചു. അപ്പോൾ ഇടയൻ പറഞ്ഞു, അജബൻ അജബാ ദീബുൻ യതകല്ലം. അജബൻ അജബാ, അത്ഭുതം അത്ഭുതം. ദീബുൻ യതകല്ലം, ചെന്നായാണോ സംസാരിക്കുന്നത്? അപ്പോൾ ചെന്നായ ചോദിച്ചു, മനുഷ്യ, ഞാൻ വർത്താനം പറഞ്ഞതാണോ നിനക്ക് അത്ഭുതം? എന്നാൽ നിന്റെ പരിസരത്തെ മദീന പട്ടണത്തിൽ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ വായു തുറന്നാൽ ആകാശത്തിനപ്പുറമുള്ള വിവരമാണ് ഭൂമിയിൽ പറയുന്നത്. ഇവിടെ അടുത്ത് അങ്ങനെ ഒരു മനുഷ്യൻ വർത്താനം പറഞ്ഞിട്ട് ഒരിക്കൽ പോലും പോയി നോക്കാത്ത ഇല്ലടാ നമുക്ക് എന്ന്. ഇപ്പൊ ഞാൻ വർത്താനം പറഞ്ഞാൽ നിനക്ക് അത്ഭുതം. ആര് പറഞ്ഞ്? ചെന്നായ പറഞ്ഞു. ചിന്തിക്ക്, ഈ സംഭവം ദലായിലിൽ ഈ ഇടയൻ മുസ്ലിമാകാൻ കാരണമുള്ള സംഭവം. അത് ആരാണ്? മുത്ത് റസൂൽ. അവർക്ക് പറ, ആരാ മുത്ത് റസൂൽ? എന്തൊരു നബിയാ, എന്തൊരു നബിയെ അല്ലാഹു നമുക്ക് തന്നു. എന്തൊരു നബിയാ. ഞാൻ വർത്തമാനം പറഞ്ഞതാണ് നിന്റെ അത്ഭുതം. നിന്റെ പരിസരത്ത് ഒരു മനുഷ്യനുണ്ട്. നിന്റെ തൊട്ടടുത്ത മദീന പട്ടണത്തിൽ ഒരു മനുഷ്യനുണ്ട്. ആകാശത്തിനും അപ്പുറമുള്ള വിവരങ്ങളാ ഭൂമിയിൽ വിളിച്ചു പറയുന്നത്. മുഹമ്മദ്, മുത്തു മുഹമ്മദ്, മുഹമ്മദ്. അങ്ങനെ ഒരാൾ നിന്റെ പരിസരത്തുണ്ടായിട്ട് നീ പോയിട്ടില്ലല്ലോ. ഇടയൻ എന്ത് ചെയ്ത്? ഓടിച്ചു ഓടിച്ച് തന്റെ ആടുകളെ തന്റെ യജമാനനെ ഏൽപ്പിച്ചു. എന്നിട്ടോ മുത്തുനബിയുടെ മുന്നിൽ പോയിട്ട് മദീനക്കാരെ വിളിച്ചു പറഞ്ഞു, എന്നെ ചെന്നായയാണ് ഇസ്ലാമാകാൻ പ്രേരിപ്പിച്ചത്. മുസ്തഫ, പുണ്യ റസൂൽ മുസ്തഫയുടെ മുന്നിൽ പോയി അന്ന് തന്നെ അയാൾ മുസ്ലിമായി. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനുഷ്യരെ, ഇങ്ങനെ ഒരു നേതാവിനെ കിട്ടിയിട്ട്
എന്തൊരു നേതാവ്! മാനവ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ പിറന്നിട്ടില്ല. മുഹമ്മദ് എന്തൊരു മനുഷ്യനാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു നബിക്കും സ്വലാത്ത് ചെല്ലാൻ അല്ലാഹു ഐച്ഛികമായി കൽപ്പിച്ചിട്ടില്ല. വേറിട്ടൊരു സ്വലാത്ത് ഒരു നബിക്കുമില്ല. ഇബ്രാഹിമിന് പോലും ഇല്ലല്ലോ. ഇബ്രാഹിം ചെറിയ ആളല്ലല്ലോ, ഇബ്രാഹിം വലിയ ആളല്ലേ. ഇബ്രാഹിം സയ്യിദ്ന ഇബ്രാഹിം ഉറക്കെ പറ. ഈ ഇബ്രാഹിമിന് തന്നെ 10,000 പേരമക്കൾ നബിമാരല്ലേ. എന്താ ഹളർമൗത്ത് മുതൽ മെഡിറ്ററേനിയൻ സമുദ്രം വരെ, യമനിലെ ഹളർമൗത്ത് തുറമുഖം മുതൽ മെഡിറ്ററേനിയൻ സമുദ്രം വരെയുള്ള ഒരു പാതയുണ്ട്. ആ പാതയാണ് ഏഷ്യൻ, ആഫ്രിക്കൻ, യൂറോപ്യൻ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന പാത. ഈ പാത കൈവശപ്പെടുത്താൻ വേണ്ടിയാണ് അബ്രഹത്ത് ചക്രവർത്തി കഅബ പിടിച്ചടക്കാൻ വന്നത്. അതായിരുന്നു അവരുടെ ലക്ഷ്യം. അയാൾ ഒരു ക്രിസ്ത്യാനിയായിരുന്നു. അബ്രഹത്ത് ഒരു ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനികൾ എക്കാലത്തും കച്ചവട തൽപരരാണ്. റോമക്കാരുടെ കച്ചവടം വിപുലീകരിക്കാൻ വേണ്ടി റോമക്കാർ യമൻ പിടിച്ചടക്കി. യമൻ പിടിച്ചടക്കിയിട്ടും ഈ ഏരിയ അറബികളെ കൈവശമായിരുന്നു. ഈ ഏരിയയുടെ പ്രത്യേകത എന്താ? ഇന്ത്യയിൽ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ചരക്കുകൾ യമനിലെത്തും. യമനിൽ എത്തിയാൽ പിന്നെ അത് മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ എത്തിക്കണം. മെഡിറ്ററേനിയൻ സമുദ്രത്തിലേക്ക് ഹളർമൗത്തിൽ നിന്ന് 2200 കിലോമീറ്ററാണ്. ഈ ഏരിയ അറബികളുടെ കൈവശമാണ്. മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ എത്തിയാലോ ചരക്ക് യൂറോപ്പിലെത്തും. മെഡിറ്ററേനിയൻ സമുദ്രം എന്നാൽ ആഫ്രിക്കയെയും യൂറോപ്പിനെയും വേർതിരിക്കുന്ന സമുദ്രമാണ് അൽ ബഹ്റുൽ മുതവസ്സിത്ത് എന്ന മധ്യധരണിയായി, അഥവാ അതാണ് മെഡിറ്ററേനിയൻ. മെഡിറ്ററേനിയനിലേക്ക് യമനിൽ നിന്ന് ഫലസ്തീനിലേക്ക് 2200 കിലോമീറ്ററാണ്. ഈ പാതയുടെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ പാതയോരത്ത് ഉള്ള ഗ്രാമങ്ങളിലാണ് ഏകദേശം 1,00,000 നബിമാർ മരിച്ചിറക്കുന്നത്. അവരൊക്കെ ഇബ്രാഹിമിനൊക്കെ. ഇതൊക്കെ കൃത്യമായ ചരിത്രമാണ്. കൃത്യം 1,00,000 എന്ന് പറയാണ് എൻ്റെ പൂതിയ. അങ്ങനെ പൂതി. കാരണം ഇബ്രാഹിമിന് മുമ്പ് ആകെ നബിമാർ ആദം, ഷീത്ത്, ഇദ്രീസ്, നൂഹ്, ഹൂദ്, സ്വാലിഹ് കഴിഞ്ഞ്. അപ്പോൾ പിന്നെ 1,15,000 നബിമാർ എവിടെയാ? 1,24,000 എണ്ണപ്പെടുന്ന 6 നബിമാർ മാത്രമാണ് ആരുടെ മുമ്പ്? ഇബ്രാഹിമിന് മുമ്പ്. ഇബ്രാഹിം മാനവകുലത്തിന്റെ 2ാം പിതാവാണ്. ഇബ്രാഹിം 1ാം പിതാവ് ആദം, 2ാം പിതാവ് ഇബ്രാഹിം. വജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദി വജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത അബീകും ഇബ്രാഹിം. മില്ലത അബീകും ഇബ്രാഹിം. മില്ലത അബീകും ഇബ്രാഹിം. മില്ലത അബീകും ഇബ്രാഹിം. നിങ്ങളുടെ പിതാവിന്റെ മാർഗം, ഇബ്രാഹിമിന്റെ മാർഗം. നിങ്ങളുടെ പിതാവാണ് ഇബ്രാഹിം. മാനവകുലത്തിന്റെ 2ാം പിതാവാണ് ഇബ്രാഹിം. ഈ ഇബ്രാഹിമിന്റെ മക്കളാണ് ലക്ഷക്കണക്കിന് നബിമാർ. അവരാണ് ബനു ഇസ്രായേൽ. അതാണ് യാ ബനി ഇസ്രായേൽ അൽഖുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും. ഇസ്രായേലികളെ, നിങ്ങൾക്ക് ഞാൻ ചെയ്ത നിഅമത്തിനെ നിങ്ങൾ ഓർക്കുവീൻ. എന്താണ് ഈ ആയത്തിറങ്ങുന്ന കാലത്ത് ഇസ്രായേലികൾക്ക് അല്ലാഹു ചെയ്ത നിഅമത്ത്? എന്ത് നിഅമത്ത്? അന്ന് ഇസ്രായേലിൽ വിമാനത്താവളമില്ല. അന്ന് ഇസ്രായേൽ നടപ്പാതകൾ പോലുമില്ല. അന്ന് ഇസ്രായേലിൽ ഇന്നത്തെ സൗകര്യങ്ങൾ ഒന്നുമില്ല. എത്ര സ്ഥലത്താണ് അൽ ബഖറയിൽ ഈ ആയത്ത്? എത്ര? അൽ ബഖറയിൽ 2 പേജ് അങ്ങോട്ട് മറിച്ചാൽ 6 ആയത്ത് 8 ആയത്ത് കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു ഫബിയയ്യാലായി ആവർത്തിക്കുമ്പോൾ ആവർത്തിക്കുന്നത് അൽ ബഖറയിൽ യാ ബനി ഇസ്രായേൽ അദ്കുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും. ഇസ്രായേലി സമൂഹമേ, നിങ്ങൾക്ക് ഞാൻ ചെയ്ത നിഅമത്തിനെ നിങ്ങൾ ഓർക്കണം. അതെന്താ നിഅമത്ത്? നിഅമത്ത് എന്നാൽ ദീൻ പ്രചരിപ്പിച്ചവരാണ് നിഅമത്ത്. അത് ഫാത്തിഹ എന്ന് മനസ്സിലാക്കുക. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അതാ നബിമാരാ. അപ്പോൾ ഇസ്രായേലി സമൂഹത്തിന് അല്ലാഹു തആല കൊടുത്ത നിഅമത്ത് കസറത്തുൽ അംബിയാ. ഈ നബിമാരെല്ലാം ഇബ്രാഹിമിന്റെ മക്കൾ. ഇസ്രായേൽ എന്ന പേര് യാക്കൂബ് നബിയുടെ ഓമന പേരാ. യാക്കൂബ് നബിയുടെ, ഇബ്രാഹിം നബിയുടെ പേരമകനാണ് യാക്കൂബ്. ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാഖ് അലൈഹിസ്സലാം. ഇസ്ഹാഖിന്റെ മകൻ യാക്കൂബ്. യാക്കൂബിന്റെ ഓമന പേരാണ് ഇസ്രായേൽ. ഓരോരുത്തർക്കും കുഞ്ഞിപ്പ, കുഞ്ഞാപ്പ, കുഞ്ഞിമാനു, അങ്ങനെയൊക്കെ ഓരോരുത്തർക്കും പേരുണ്ടാവുമല്ലോ. യാക്കൂബിന്റെ ഓമന പേരാണ് എന്ത്?
ഇസ്രായേൽ. ഇസ്ർ മഅനാഹു, ഇത് ഇബ്രാനിയ ഭാഷയാണ്. ഇസ്ർ മഅനാഹു അബ്ദ്, ഇൽ മഅനാഹു അല്ലാഹ്, ഇസ്രായേൽ മഅനാഹു അബ്ദുല്ലാഹ്. ഇതാരുടെ ഓമന പേരാ? യാക്കൂബ് നബിയുടെ ഓമന മക്കളാണ് 10,000 എന്നല്ല ലക്ഷത്തോളം വരുന്ന നബിമാർ എല്ലാം ഈ യാക്കൂബിന്റെ മക്കളാണ്. അവരെ വല്യപ്പയാണ് ഇബ്രാഹിം. ഉറക്കപ്പറ ഇബ്രാഹിം. എന്നിട്ട് അവർക്കൊന്നും വേണ്ടി ഇബ്രാഹിം ദുആ ചെയ്തില്ല. സയ്യിദന ഇബ്രാഹിം. അന്ന് ഇബ്രാഹിമിന്റെ ആദ്യത്തെ മകന്റെ പരമ്പരയിൽ മുട്ടാളന്മാർ മാത്രമേ ഉള്ളൂ. 2500 കൊല്ലം ഇബ്രാഹിമിന്റെ ഒന്നാം പരമ്പരയിൽ കള്ളുകുടിയാണ്, വ്യഭിചാരികളും ഉണ്ട്. ഇബ്രാഹിമിന് 2 പരമ്പരയുണ്ട്, ഇസ്മായിലി പരമ്പരയും. ഇബ്രാഹിമിന് 2 മക്കൾ വഴിയാണ് പരമ്പര, ഇസ്മായിൽ എന്ന മകൻ വഴിയും ഇസ്ഹാഖ് എന്ന മകൻ വഴിയും. ഇസ്മായിൽ മരിച്ചതിന് ശേഷം 2500 കൊല്ലം ആ പരമ്പരയിൽ കള്ളുകുടിയന്മാരും മുട്ടാളന്മാരുമാണ് വന്നത്. ഇസ്ഹാഖിന്റെ പരമ്പരയിലോ നബിമാരുടെ ഘോഷയാത്ര. കള്ളുകുടി അധികരിച്ച കാരണത്താൽ എന്തുണ്ടായി? കള്ളുകുടി അധികരിച്ചു. ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ കള്ളുകുടിയന്മാരെ അധികരിച്ചു. ആക്രമികളും കള്ളുകുടിയന്മാരും അധികരിച്ച കാരണത്താൽ എന്താണ് ഉണ്ടായത്? അവർക്ക് അല്ലാഹു കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ നിധിയായ സംസം ഭൂമിയിൽ നിന്ന് ഉറവ വറ്റി. സംസം വറ്റി കള്ളുകുടിയന്മാരെ കാരണത്താൽ. ഇസ്മായിലൊക്കെ കള്ളുകുടിയന്മാർ, അത് കാരണം സംസം വറ്റി. എവിടെയാണ് സംസം എന്ന് പോലും ആളുകൾക്ക് അറിയാതെയായി എന്നല്ലേ മക്കയിലെ ഏറ്റവും വലിയ ജ്ഞാനിയായ ബഹുമാനപ്പെട്ട മുത്തുനബിയുടെ വല്യപ്പ അബ്ദുൽ മുത്തലിബ് എന്നവര് സ്വപ്നം കണ്ടു. സംസം കിണർ നീ കുഴിക്ക്. അപ്പോൾ അദ്ദേഹത്തിന് അറിയൂല എവിടെയാ കിണർ, എവിടെയാ അറിയൂല. എന്റെ മൂടിപ്പോയി, മാഞ്ഞു പോയി. ആയിരക്കണക്കായ കൊല്ലം സംസം വറ്റി, കിണർ മൂടി. അതെവിടെയാണെന്ന് അവിടുത്തെ വലിയ പ്രധാനപ്പെട്ട പണ്ഡിതന്മാർക്ക് പോലും അറിയാത്ത ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അത്രയും മുട്ടാളന്മാരാണ് ഇസ്മായിലി കബീലെ. അങ്ങനെയൊക്കെ അപ്പൊ ഇപ്പുറത്തോ ഇസ്ഹാഖ് പരമ്പരയിലോ നബിമാരുടെ ഘോഷയാത്ര. എന്നിട്ടും ആ പരമ്പരക്ക് വേണ്ടി ഇബ്രാഹിം ദ്വാർന്നിട്ടില്ല. ഈ മുട്ടാളന്മാരുടെ പരമ്പരക്ക് വേണ്ടി ദ്വാരുന്നു. അല്ലാഹ്, അതിലൊരു ആൺകുട്ടി വരും. ആ ആൺകുട്ടിയാണ് ലോകത്തെ നന്നാക്കുക. ആ ആൺകുട്ടിയെ എൻ്റെ ഈ നഗരത്തിൽ തന്നെ പറപ്പിക്കണമെന്ന് സയ്യിദുനാ ഇബ്രാഹിം. അതിന് അല്ലാഹു ഇബ്രാഹിം നബിക്ക് കൊടുത്ത തൗഫീഖാണ്. ഇബ്രാഹിം നബി എന്ത് കേറി കൂടിയത്? സ്വലാത്തിൽ വേറെ ഒറ്റ നബിയും സ്വലാത്തിലില്ല. كما صليت على آدم إلا كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم. മനുഷ്യനെ പറഞ്ഞു. എന്റെ ആ മനുഷ്യൻ മുത്തുനബി മക്കയിൽ ജനിക്കാൻ ദുആ ചെയ്തിട്ടുണ്ട് സയ്യിദുനാ ഇബ്രാഹിം. അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. അപ്പോൾ മുഹമ്മദിനെ കൊണ്ടാണ് ഇബ്രാഹിമും രക്ഷപ്പെട്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ സ്വലാത്തിനെ പറ്റി പറഞ്ഞു, മുഹമ്മദിനെ പറ്റി പറഞ്ഞു. ലൗ നാസബത ഖദ്റഹു ആയാതുഹു ഇളാമാ അഹ്മ ഇസ്മുഹു ഹീനാ ആദാരിസൽ ലിമമി ലം യംതഹിന്ന ബിമാ തഅയൽ ഉഖൂലു ബിഹി ഹിർസൻ അലൈനാ ഫലം നർതബ വലം നഹിമി മൗലാ صل وسلم دائما ابدا حبيبك خير الخلق كلهم. മുഹമ്മദ് നബിയുടെ ഖദറിനോട് യോജിച്ച ഒരു മുഅ്ജിസത്ത് മുഹമ്മദ് നബി പ്രദർശിപ്പിച്ചിട്ടില്ല. ഞാൻ സത്യം പറയാലോ, എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത് പറയാൻ എല്ലാവരും എന്നോട് പറഞ്ഞാലും എനിക്കെന്ത് പലപ്പോഴും മടിയാ. എന്തുകൊണ്ട്? നബിയിലേക്ക് ചേർത്താൽ മുഅ്ജിസത്തൊന്നുമല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നബിയുടെ മുഅ്ജിസത്ത് പറയുന്ന എന്നോട് പഴയ കാലത്തെ പറഞ്ഞാൽ എനിക്കതിനൊരു മടിയാ. എന്ത്? എനിക്ക് തോന്നും മുഅ്ജിസത്തൊന്നുമല്ല. അത് പിന്നെ ബുർദയിൽ അങ്ങനെ തന്നെ ഞാൻ കണ്ടു. ശരിയാ, മുഹമ്മദ് നബിയോട് യോജിച്ച മുഅ്ജിസത്ത് മുഹമ്മദ് നബി പ്രദർശിപ്പിച്ചിട്ടില്ല. എന്തുകൊണ്ട് പ്രദർശിപ്പിക്കാനും? ലോകത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ലൗ നാസബത ഖദ്റഹു
മുഹമ്മദ് നബിയുടെ ഖദറിനോട് യോജിച്ചാൽ ആയാതുഹു മുഹമ്മദ് നബി പ്രദർശിപ്പിച്ച മുഅ്ജിസത്തുകളും, അതായത് തന്റെ സ്ഥാനത്തിനൊത്ത മുഅ്ജിസത്ത് മുഹമ്മദ് നബി കാണിച്ചിരുന്നുവെങ്കിൽ മുഹമ്മദ് എന്ന് പറഞ്ഞ് ഒരു നാട്ടിലൂടെ നടക്കാൻ പറ്റുകയില്ല. മുഹമ്മദ് എന്ന് ഒരു നാട്ടിൽ വെച്ച് പറഞ്ഞാൽ ആ പേര് കേട്ടാൽ ദ്രവിച്ചു പോയ എല്ലുകൾ ജീവൻ വെച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയോ. യാ സുബ്ഹാനല്ലാഹ്. ഒരു പള്ളിപ്പറമ്പെന്ന് യാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഖബറിലുള്ളവർ എണീറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നറിയും. അതാണ് മുഹമ്മദ് നബി. സുബ്ഹാനല്ലാഹ്. അത് പറ്റുമോ? പിന്നെ അവരെ കുഴിച്ചിടുന്ന പണിയായിരിക്കും. ഭൂസൂരിമാരാ ഹിജ്റ 608 ജനിക്കുകയും ഹിജ്റ 695 അലക്സാണ്ട്രിയയിൽ വഫാത്താവുകയും ചെയ്തിട്ടുള്ള ലോകത്തെ ആശിഖായ പൂങ്കുയിലാണ് ബഹുമാനപ്പെട്ട അബൂ അബ്ദില്ലാഹ് മുഹമ്മദ് ഇബ്നു സഈദ് അൽ ബുസ്വൈരി. ആ മഹാന്റെ മക്ബറയിൽ ഒരു 6-7 തവണയെങ്കിലും റബ്ബിന്റെ സഹായത്താൽ ഞാൻ പോയിട്ടുണ്ട്. വല്ലാത്തൊരു മക്ബറയാ. അപ്പുറത്ത് അദ്ദേഹത്തിന്റെ ഉസ്താദിന്റെ മക്ബറ, അദ്ദേഹത്തിന്റെ ഉസ്താദാണ് അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു അൻഹു. അപ്പുറത്ത് അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ യാഖൂത്തുൽ അർശ്, ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ മറ്റൊരു കൂട്ടുകാരൻ ഹിക്കം എഴുതിയ ഇബ്നു അത്വാഇല്ലാഹി സിക്കന്ദരി. ഇത് അപ്പുറത്ത് ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദ്ന ലുഖ്മാൻ റളിയല്ലാഹു അൻഹു, ഖുർആനിൽ പറഞ്ഞ ലുഖ്മാനിന്റെ ഖബർ അപ്പുറത്ത് സയ്യിദ്ന ദാനിയേൽ പ്രവാചകന്റെ ഖബർ അപ്പുറത്ത്. അതിന്റെ നടുവിലാണ് ആര്? അലക്സാണ്ട്രിയ പട്ടണത്തിലാണ് ആര്? കൈറോവിൽ 400 കിലോമീറ്റർ മധ്യധാരണയാഴിയുടെ കുഞ്ഞോളങ്ങൾക്ക് ചേർന്ന് ഇതാ ഇന്ന് സ്വച്ഛന്തമായ അതിമനോഹരമായ ഒരു പ്രദേശത്ത് ഇങ്ങനെ ഒരു കടൽ മുനമ്പിനോട് ചേർന്ന് കിടക്കുകയാണ് ലോകത്തെ വിശ്വ പ്രവാചക കീർത്തനങ്ങളുടെ പൂങ്കുയിൽ മഹാനായ അബൂ അബ്ദില്ലാഹ് മുഹമ്മദ് ഇബ്നു സഈദ് അൽ ബുസ്വൈരി റളിയല്ലാഹു അൻഹു. ഭയങ്കര, അത് വല്ലാത്തൊരു വാക്ക് പറയാ, ഭയങ്കര. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. കഴിഞ്ഞ കൊല്ലം റബീഉൽ അവ്വലിന്റെ 1 അന്ന് ഞാൻ അവിടെയാണ്. റബീഉൽ അവ്വൽ 1 അന്ന് ഞാൻ അവിടെയാണ്, അലക്സാണ്ട്രിയയിലാണ്. ഇബ്നു അത്വാ ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസിൽ മുർസിയാണ് ഉസ്താദ്. മരണാസന്നനായ ഉസ്താദ് ചോദിച്ചു ശിഷ്യനോട്, നിനക്ക് ഞാൻ ഒരുപാട് കാലം നീ എന്നിൽ നിന്ന് പഠിച്ചു, എനിക്ക് ഖിദ്മത്തും ചെയ്തുവല്ലോ, നിനക്ക് ഞാൻ എന്തെങ്കിലും ചെയ്തു തരേണ്ടതുണ്ടോ എന്ന് അബുൽ അബ്ബാസിൽ മുർസി തന്റെ ശിഷ്യൻ ബഹുമാനപ്പെട്ട ഇമാം ബുസൂരിയോട് ചോദിച്ചു. ആരാ? അബുൽ അബ്ബാസിൽ മുർസി. അബുൽ അബ്ബാസിൽ മുർസി തങ്ങൾ മഹാനായ സയ്യിദ് ത്വായിഫ് അബുൽ ഹസൻ ഷാദുലിയുടെ ശിഷ്യനാണ് റളിയല്ലാഹു അൻഹു. വർക്കപ്പറ ഭയങ്കര ആളുകളല്ലേ ഇവരൊക്കെ. അബുൽ ഹസൻ ഷാദുലിയുടെ ശിഷ്യനാണ് അബുൽ അബ്ബാസിൽ മുർസി. അബുൽ അബ്ബാസിൽ മുർസിയുടെ ശിഷ്യനാണ് ഇമാം ബുസൂരി. മരണത്തോടടുക്കുമ്പോൾ ഉസ്താദ് ചോദിച്ചു, മോനെ നീ ഒരുപാട് കാലം എന്നിൽ പഠിച്ച് ഖിദ്മത്തും ചെയ്തു, എന്തെങ്കിലും ഞാൻ നിനക്ക് ചെയ്തു തരേണ്ടതുണ്ടോ തിരിച്ച്? അപ്പോൾ പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ അല്ലാഹുവിനോട് നിങ്ങൾ ഇജാബത്തുള്ള ദുആന്റെ ആളല്ലേ, നിങ്ങൾ ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുകയില്ലേ, അതുകൊണ്ട് നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യണം. ഖിയാമത്ത് നാൾ വരെ ഭൂമിയിൽ മുഅ്മിനീങ്ങൾ പാരായണം ചെയ്യുന്ന ഒരു മദ്ഹുർ റസൂലിന്റെ കവിത എന്റെ കൈ കൊണ്ട് എഴുതാൻ നിങ്ങൾ അല്ലാഹുവിൽ നിന്ന് സമ്മതം വാങ്ങിത്തരണമെന്ന് മഹാനായ ഇമാം ബുസൂരി തന്റെ ഉസ്താദ് അബുൽ അബ്ബാസിൽ മുർസിയോട് ചോദിച്ചു റളിയല്ലാഹു അൻഹു. അബുൽ അബ്ബാസിൽ മുർസി അത് ദുആ ചെയ്തു. അപ്പോൾ തന്നെ അല്ലാഹു അത് കബൂലാക്കി. അങ്ങനെ ഉണ്ടാക്കിയ കവിതയാണ് ഏത്? അമിൻ തദക്കുരി ജിറാനിൻ ബിദി സലമി മസജ്തദം അൻജറ മിൻ മുഖ്ലത്തിൻ ബിദമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അന്ന് മുതൽ എവിടെയെല്ലാം ഭൂമിയിൽ വിജ്ഞാനം പറഞ്ഞ സദസ്സുകളുണ്ടോ അവിടെ ഈ ബുർദ ചെല്ലുമായിരുന്നു. ഈ സദസ്സിലും ബുർദ ചെല്ലി തുടങ്ങിയാൽ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. പഴയകാലത്തെ ആലിമീങ്ങളെ വയലൊക്കെ തുടങ്ങിയ ഷർത്ത ഒരു ബുർദയിലേക്കും. അപ്പൊ ബുർദയിൽ പറഞ്ഞതാ, ബുർദ തെറ്റുണ്ടാവില്ല. എന്തുകൊണ്ട് എന്തത് പറഞ്ഞ ഇത് കുട്ടി ഈ വിചാരിച്ചതല്ല, ഇത് ഇന്നത്തെ രാവിലത്തെ പത്രത്തിൽ വന്നല്ലട കുട്ടിയെ ബുർദ. ഈ എന്താ വിചാരിച്ചത്? ബുർദ എന്നത് അബുൽ അബ്ബാസിൽ മുർസി അള്ളാഹിനോട് ദ്വാർപ്പിച്ച് ശിഷ്യന് വരം കൊടുത്തതാ. അതാകട്ടെ കോടിക്കണക്കിന് ഇമാമിയങ്ങൾ ഈ 1000-700 കൊല്ലത്തിന്റെ ഉള്ളിൽ ഓതി തീർത്തിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ തെറ്റുണ്ടാവില്ല, തെറ്റുണ്ടെങ്കിൽ തിരുത്തും. അത് പറഞ്ഞതാണ് എന്ത്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅജ്ജത്തിനോട് അവിടുത്തെ സ്ഥാനത്തോട് ചേർന്ന മുഅജ്ജത്ത് മുഹമ്മദ് മുസ്തഫക്ക് ലഭിച്ചാൽ ജീവിപ്പിക്കുന്നതാണ് ഇസ്മുഹു. നബി ജീവിപ്പിക്കണ്ട, നബിയുടെ നാമം ജീവിപ്പിക്കും. ദ്രവിച്ചു പോയ എല്ലുകളെ ജീവിപ്പിക്കാൻ നബിയുടെ പേരിനു കഴിയും. ഒരു പള്ളിപ്പറമ്പിൽ വെച്ച് ഒരാൾ യാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന ആളുകൾ എണീറ്റിട്ട് എന്ത് ചെയ്യും? അതാണ് മുഹമ്മദ് മുസ്തഫ. അല്ലെങ്കിൽ എന്താ? നാലാം കിടക്കാരനല്ലേ കണ്ട മനുഷ്യരെയൊക്കെ ജീവിപ്പിച്ചത്? നാലാം കിടക്കാരൻ ഈസ. നാലാം കിടക്കാരൻ ഈസ. ഒന്നാം കിട മുഹമ്മദ്, 2 ഇബ്രാഹിം, 3 മൂസ, 4 ഈസ. നാലാം കിടക്കാരനാണ് ആര്? ഈസ. ഈസയാണ് എന്ത്? മരിച്ചവരെ ജീവിപ്പിച്ചു യഥേഷ്ടം സയ്യിദുനാ ഈസ. നാലാം കിടക്കാരൻ സയ്യിദുനാ ഈസ. ഈ പണിയൊന്നും മുഹമ്മദ് നബി ചെയ്തില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ശിഷ്യന്മാരെ കൂട്ടത്തിൽ നടത്തിയ ഫലിതമുണ്ട്. യാത്ര ചെയ്യുമ്പോൾ ഒരു മയ്യത്ത് കൊണ്ടുവന്നുണ്ട്. അപ്പോൾ എന്തായി? ഒരു കിഴവിയുണ്ട് കരഞ്ഞുകൊണ്ട് വരുന്നേ. മാലഹ എൻ്റെ ഈ കിഴവിക്ക് എൻ്റെ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഈ കിഴവിക്ക് ആകെ ഉണ്ടായിരുന്നത് ഓരോ മോനാണ്. ആ മോൻ മരിച്ച്, അപ്പം അതിലുള്ള ദുഃഖം കൊണ്ട് ഈ കിഴവി കരയാണ്. അപ്പോൾ ഈസാ നബി പറഞ്ഞു, ഓ എന്നാ പിന്നെ മരിക്കാനായിട്ടില്ലല്ലോ, അങ്ങനെ കിഴവിനെ കരയിപ്പിച്ചുകൊണ്ട് മോൻ മരിക്കണ്ട, മയ്യത്തും കട്ടിൽ ഇറക്കി വെക്കണം. കട്ടിലിറക്കി വെച്ച് എണീക്കട എൻ്റെ ഉമ്മ കരഞ്ഞുകൊണ്ട് ഈ മരിക്കണ്ട, എണീക്കട അവിടുന്ന് കൊമ്പ് ഇതിനില്ല. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്നാണ് കട്ടിലൊരറ്റടി. അതാണ് എണീച്ച്. കഫൻ ചെയ്ത ആളിങ്ങനെ എണീറ്റുണ്ടാ എന്തായിരിക്കും അവസ്ഥ? ആദ്യം പോയൂലേ. അപ്പൊ പറഞ്ഞ എവിടെയെങ്കിലും ഒരു കമീസ് ഉണ്ടാവും, കൊണ്ടുവരി. പിന്നെ കമീസ് കൊണ്ടുവരുന്ന എവിടുന്നോ ആളുകൾ ഒരു കമീസ് പാഞ്ഞു കൊടുത്ത് കമീസൊക്കെ ഇട്ട് ഉമ്മക്ക് ചിരിച്ചിട്ട് പോരല്ല, മകനും ചിരിച്ചിട്ട് പോരല്ല. ബോധമുണ്ടാവില്ലല്ലോ, കാരണം മരിച്ചു ഏതല്ലേ ജീവിച്ച്. നാട്ടുകാരുണ്ടല്ലോ അങ്ങോട്ട് എന്താ പറയാ? നാട്ടുകാർ പറഞ്ഞു എടാ കട്ടിൽ കയറി ഏറ്റിക്കൊണ്ടെന്ന് പകുതി വയ്യല് കട്ടിൽ മണിയിട്ട് പായേ മത്സരി ഇട്ടക്കട കട്ടില് എന്ന് പറഞ്ഞു. ഞങ്ങൾ അവസാനം ഒരു കാട്ടിലും കൊണ്ടുവന്ന് ഈ കാട്ടില് പകുതിയാക്കി, കാട്ടിലും കാലിയായി. ഞങ്ങൾ പാട്ടിൽ അവിടെ കൊണ്ടുപോയി വെക്കണം. ഈ അങ്ങോട്ട് എണീറ്റ് ചാടിപ്പോവുക. മയ്യത്ത് കുഴിച്ചിട്ടാലൊരു സമാധാന. ആ കുഴിച്ചിടാൻ എന്നോട്ട് കിട്ടിയതില്ല. പിന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഏറ്റ, ഇവിടുന്ന് കാലിക്കട്ടിലേറ്റ നടക്കൂല, എടുക്കട കട്ടിലാണ്. അപ്പൊ മകനും ഉമ്മയും കൂടി ചിരിച്ചുകൊണ്ട് കട്ടിലും ഏറ്റിപ്പോയി. ഫലിതം. ഈ ഫലിതം കണ്ടു നിന്നു ആര്? ഈസ. കണ്ടോടത്ത മുഴുവനും മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട് ആര്? സയ്യിദുനാ ഈസ. ഈ മനുഷ്യൻ നാലാം കിടക്കാരനല്ലേ മനുഷ്യന്മാരെ? നിങ്ങൾ എന്താ വിചാരിച്ചത്? ഈസ എന്ന് പറഞ്ഞത് വല്ലതും ആണോ മുഹമ്മദ് നബിയിലേക്ക് ചേർത്താൽ? ഈ ഈസ എന്ന മനുഷ്യൻ ഇനി ഭൂമിയിൽ ഇറങ്ങി വന്നാൽ ബൈബിൾ ചുട്ടുകരിക്കും. എന്തേ ബൈബിൾ ചുട്ടുകരിക്കണം? മുഹമ്മദ് നബിക്ക് കിതാബ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കിതാബ്, വേദഗ്രന്ഥം അള്ളാഹുവിൻ്റെതായി തുറന്നു നോക്കാൻ പാടില്ല. ഇഞ്ചിൽ ചുട്ടരിക്കും സയ്യിദുനാ ഈസ. കുരിശിനെ തച്ചുടക്കും സയ്യിദുനാ ഈസ. ഇഞ്ചിൽ ചുട്ടുകരിക്കും സയ്യിദുനാ ഈസ. ഖുർആൻ കൊണ്ട് വിധി പറയും സയ്യിദുനാ ഈസ. 40 കൊല്ലം ജീവിക്കും ഈസ. 40 കൊല്ലം ഭൂമിയിൽ ഭരണം നടത്തും സയ്യിദുനാ ഈസ. എന്നാലോ ഒരു മിനിറ്റ് പോലും ജിബ്രീൽ അദ്ദേഹത്തെ സമീപിക്കുകയില്ല. ഒരു മിനിറ്റ് ജിബ്രീൽ വരൂല സയ്യിദുനാ ഈസ. വഹയം കൊണ്ട് ജിബ്രീൽ വരൂല. എന്റെ മുഹമ്മദ് നബി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരാളടുത്തേക്ക് വഹയും കൊണ്ട് ജിബ്രീൽ വരൂല. അപ്പൊ മുഹമ്മദ് നബി ആരായിരിക്കും? ഇബ്രാഹിം നബി ഉണ്ട്, അതേ സമയത്ത് മകൻ ഇസ്മായിലിന്റെ അടുത്തേക്ക് വഹയും കൊണ്ട് വന്നിട്ടുണ്ട്. ഇബ്രാഹിം നബി ഉള്ള സമയത്ത് തന്നെ തന്റെ കുടുംബക്കാരനായ ലൂത്തിന്റെ അടുത്തേക്ക് വഹയും കൊണ്ട് വന്നിട്ടുണ്ട്. ബാപ്പയായ ആദം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഷീസ് നബി ആയിട്ടുണ്ട്. വഹയും കൊണ്ട് ഷീസിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഹാറൂൻ നബിയും മൂസാ നബിയും നബി അത് ഒറ്റ രാത്രിയിലാണ്. ഏട്ടൻ നബി, അഞ്ചൻ നബി. ഏട്ടൻ നബി ജിബ്രീൽ നബി വഹയി ചൊല്ലി കൊടുത്തു. അനുജന് അള്ളാഹു നേരിട്ട് ചൊല്ലി കൊടുത്തു. ഒരേ രാത്രി 2 നബി. ഏട്ടൻ ഹാറൂന്, ബൈബിളിൽ അഹറോൻ എന്നുണ്ട്. ഹാറൂൻ നബിക്ക് വഹയി ചൊല്ലി കൊടുത്തത് ആര്? ജിബ്രീൽ. അതേ രാത്രി അതേ സമയത്ത് മൂസാ നബിക്ക് വഹയി ചൊല്ലി കൊടുത്തത് ഞാനാണ് അല്ലാഹ്, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. നേരിട്ട്. എന്നാലോ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് നബിയുടെ അടുത്തേക്ക് ജിബ്രീൽ വന്നാൽ പിന്നൊരാളടുത്തേക്ക് വഹയി കൊണ്ടുപോവുകയില്ല.
വയസ്സിലാണ് ഈസ ഉയർന്നത്. അതിനേക്കാൾ കാലം ഇനി ഈസ ഇവിടെ വന്ന് ജീവിക്കും. എന്നാൽ ഒരു ദിവസം പോലും ജിബ്രീൽ വരൂല്ല. എന്തേ? മുഹമ്മദ് നബിയുടെ അടുത്തേക്ക് ജിബ്രീൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരാളത്തേക്ക് വഴി കൊണ്ട് പോകില്ല. അപ്പോൾ മുഹമ്മദ് നബി ആര്? ഈസ ആര്? ആ ഈസ മരിച്ചവരെ ജീവിപ്പിച്ചാൽ മുഹമ്മദ് നബി അതൊന്നും മുഹമ്മദ് നബി ചെയ്തിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി ജീവിപ്പിക്കേണ്ട ആവശ്യമല്ല. മുഹമ്മദ് എന്ന് പേര് പറഞ്ഞാൽ പള്ളിപ്പറമ്പിലുള്ളവർ എണീറ്റിട്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഖദറുണ്ട് മുഹമ്മദ് നബിക്ക്. ചെയ്തില്ല. എന്തുകൊണ്ട്? അത് ജനങ്ങൾക്ക് പ്രയാസവും. ലം യംതഹിന്നാ ബിമാ തഅയൽ ഉഖൂലു ബിഹി. നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് അല്ലാഹ് നമ്മെ പരീക്ഷിച്ചില്ല. നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് അല്ലാഹ് നമ്മെ പരീക്ഷിച്ചില്ല. ഹിർസൻ അലൈനാ, നമ്മോടുള്ള അല്ലാഹുവിന്റെ ഒരു അനുഗ്രഹം. ഫലം നർതബ് വലം നഹിമി, അതുകൊണ്ട് നമ്മൾ സംശയിക്കുകയോ പരിഭ്രാന്തരാവുകയോ ചെയ്യുകയില്ല. ഉണ്ടെങ്കിൽ നമ്മൾ ആകെ ബേജാറായിരുന്നു. പുണ്യ മുഹമ്മദ് മുസ്തഫ. അപ്പോൾ നോക്കൂ നിങ്ങൾ, അല്ലാഹു ഏറ്റവും നല്ല അല്ലാഹു തെരഞ്ഞെടുത്ത മഹാനാണ് പുണ്യ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി. റസൂലുള്ളാഹിയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് എന്താ? റസൂലുള്ളാഹിയുടെ മുഅ്ജിസത്ത് മനുഷ്യർക്ക് അല്ലാഹു ഇബ്രാഹിം നബി ചെയ്തത് തന്നെയാണത്, പറഞ്ഞത് തന്നെയാണ്. രണ്ട് മുഅ്ജിസത്താണ്. ഒന്ന് ഖുർആൻ, ഒന്ന് തസ്കിയത്ത് മുത്ത് മുഹമ്മദ് മുസ്തഫ. മറ്റൊന്നും നബിയുടെ ഖദറിന് യോജിച്ചതല്ല. വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട് കൈവെള്ളയിൽ നിന്ന്. 1500 ആളുകൾക്ക് ഇങ്ങനെ കൊടുത്ത് വെള്ളം. അതൊക്കെ നബിക്കൊരു പ്രശ്നത്തിനല്ല. അതൊന്നും പറയേണ്ട സംഗതിയല്ല നബിയുടെ കാര്യത്തിൽ. 1500 ആളുകൾ വെള്ളമില്ലാതെ വന്നു. പല ആളുകൾക്ക് ആ രാത്രി ക്ഷീണം കൊണ്ട് സ്ഖലനം സംഭവിച്ചു. ഏകദേശം ആളുകൾക്കെല്ലാം ആ രാത്രി സ്ഖലനം സംഭവിച്ചു. സുബഹിക്ക് എണീറ്റ് നോക്കുമ്പോൾ കുളിക്കണം ഭൂരിപക്ഷം ആളുകൾക്കും. സിദ്ദീഖടക്കം ചില്ലറ സ്വഹാബികൾക്ക് സ്ഖലനം ഉണ്ടായിട്ടില്ല, പക്ഷെ അവർക്ക് ഒളു എടുക്കണം. റസൂലുള്ളാഹിയുടെ അടുത്ത് ഒരു ചെറിയ ഒരു മരപ്പാത്രത്തിൽ കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളം കൊണ്ട് നബി വുളു ചെയ്യുകയാണ്. അപ്പോൾ ശിക്കായത്തുമായി സ്വഹാബികൾ വന്നു. നബിയോട് പറഞ്ഞു, നബിയെ ഞങ്ങൾക്ക് വുളു എടുത്തിട്ടില്ല. ഏകദേശം ആളുകൾക്ക് ഈ രാത്രി നൈറ്റ് ഫാൾ ആയിട്ട് അവർക്ക് ഒന്ന് കുളിക്കുകയും വേണം, എന്താ ചെയ്യുക? അപ്പോൾ മുഹമ്മദ് മുസ്തഫ പറഞ്ഞു, നിങ്ങളെ കയ്യിലുള്ള വലിയ പാത്രം കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. പാത്രം കൊണ്ടുവന്നു. പുണ്യ റസൂൽ കൈ അങ്ങോട്ട് നീട്ടി. വെള്ളം ഇങ്ങനെ കയ്യിൽ നിന്നൊഴുകി വന്നു. കളയാകുന്നതിന് മുമ്പ് 1500 ആളുകൾ ഒന്നെടുത്തു. കയ്യിലെ വെള്ളം, കയ്യിലൂടെ വന്ന വെള്ളത്തിൽ നിന്ന് ഒന്നെടുത്തു. എത്ര ആള് ആയിരുന്നു? ആട് കുളിച്ച്, എല്ലാവരും കുളിച്ച്, തോൽപാത്രം നിറച്ച്, ഒട്ടകത്തിന് കൊടുത്ത്, ഉളു ചെയ്ത് വെള്ളം നിട്ടുമാക്കിയ അതാ മുഹമ്മദ്. അതൊന്നും നബിക്കൊന്നും അല്ല, പറയണ്ട. അതൊന്നും നബിക്കൊന്നുമല്ല. പുണ്യ മുഹമ്മദ് മുസ്തഫ. അതാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജാബിർ റളിയല്ലാഹു അൻഹു. സ്വഹീഹ് മുസ്ലിമിൽ ഹദീസ് കാണാം. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ജാബിറിനോട് പിൻഗാമികൾ ചോദിച്ചിട്ടുണ്ട്, ജാബിറെ കം കുൻതും ഫീ ദാലികൽ യൗം, അന്ന് നിങ്ങൾ എത്ര ആളുണ്ടായിരുന്നു? ജാബിർ പറഞ്ഞു, കുന്നാ 15 ഞങ്ങൾ 1500 ആളുകൾ ഉണ്ടായിരുന്നു. എന്നിട്ട് ജാബിർ പറഞ്ഞു, ലൗ കുന്നാ മിഅതൻ കഫാനാ മാഉ റസൂലില്ലാഹ്, ലൗ കുന്നാ മിഅതൻ ഞങ്ങൾ 1,00,000 ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും കഫാനാ മാഉ റസൂലില്ലാഹ്, റസൂലുള്ളാഹിയുടെ കൈവെള്ളയിലെ വെള്ളം ഞങ്ങൾക്ക് മതിയായിരുന്നു എന്ന് സയ്യിദുനാ ജാബിർ റളിയല്ലാഹു അൻഹു. അതൊക്കെ സംഭവമാണെങ്കിലും അതൊന്നും നബിയിലേക്ക് ചേർത്താൽ ഒരു സംഭവമല്ല, ഒന്നുമല്ല. ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ ഹദീസ് കാണാം. പുണ്യ മുഹമ്മദ് മുസ്തഫ ഗ്രാമത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരാൾ വന്നിട്ട് വിശ്വസിച്ചു. പിന്നെ പറഞ്ഞു, നബിയെ അരിനി മുഅ്ജിസത്തൻ, എനിക്കൊരു മുഅ്ജിസത്ത് കാണിച്ചു തരുമോ? അപ്പോൾ പറഞ്ഞു, നീ മുസ്ലിമായി കഴിഞ്ഞില്ലേ, നീ എന്തിനാ മുഅ്ജിസത്ത്? നീ മുസ്ലിം ആയല്ലോ, ആക്കാൻ വേണ്ടിയല്ലേ മുഅ്ജിസത്ത് കാണിക്ക. നീ മുസ്ലിം ആയില്ലേ, നീ മുഅ്ജിസത്ത് എന്തിനാ കാണിക്കണത്? അപ്പോൾ പറഞ്ഞു, നബിയെ നിങ്ങളെ ഉറപ്പാണ് നബിയെ, കൽബിനൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയാ നബിയെ
എൻ്റെ നേതാവിൻ്റെ ഒരു അത്ഭുതം നേരിട്ട് കാണാൻ വേണ്ടിയാണ് നബിയെ ഞങ്ങളൊരു മുഅ്ജിസത്ത് കാണിച്ചത്. അപ്പോൾ മുത്ത് മുഹമ്മദ് മുസ്തഫ മരുഭൂമിയുടെ അങ്ങേ ഭാഗത്തുള്ള മരത്തെ ചൂണ്ടി പറഞ്ഞ് ആ മരത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് നീ പറയാ യദുഉക മുഹമ്മദുൻ, നിന്നെ മുഹമ്മദ് നബി വിളിക്കുന്നുണ്ട്, നിന്നെ മുഹമ്മദ് മുസ്തഫ വിളിക്കുന്നുണ്ട്, ആ മരത്തോടൊന്ന് പോയി പറഞ്ഞാൽ മരം അവിടെ വന്നോളൂ എന്ന് പറഞ്ഞു. അയാൾ മരത്തിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് മരത്തിന് മുത്ത് നബിയുടെ സലാം പറഞ്ഞിരുന്നു. സലാം പറഞ്ഞു. ഫലമ്മാ സമിഅത് ഇസ്മ റസൂലില്ലാഹ് ദാനത്തിൽ ഔസാൻ ഹദീസ് ശരീഫിൽ കാണാം. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ്. നബിയുടെ പേര് കേട്ടപ്പോഴത്തിന് മരക്കൊമ്പൊക്കെ ഇങ്ങനെ താഴ്ന്നു. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, നിന്നെ പുണ്യ നബി വിളിക്കുന്നുണ്ട് എന്ന് പറയുന്ന താമസം മരം എന്ത് ചെയ്തു? മരം അങ്ങോട്ടും ഇങ്ങോട്ടും ആടാൻ തുടങ്ങി. ഒറ്റക്ക് മണ്ണിൽ നിന്ന് പറഞ്ഞു. മുസ്തഫ മെല്ലെ മെല്ലെ മെല്ലെ. അതാണ് ബുർദെ പറഞ്ഞ ഏത് മുത്തുനബി വിളിച്ചപ്പോൾ മരം ഓടി വന്നത് ഓർമ്മയില്ലേ? എനിക്ക് കാലില്ലല്ലോ എന്ന് മരം പറഞ്ഞില്ല. അതാണ് പുണ്യ മുഹമ്മദ്. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയുന്നത് ഇതൊന്നും നബിയുടെ മുഅ്ജിസത്തിൽ ഒന്നുമല്ല. പുണ്യ മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ പുണ്യ മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. എന്തൊക്കെ ചെയ്തു? അതൊന്നൊന്നുമല്ല. മുത്ത് മുഹമ്മദ് മുസ്തഫ ചെയ്ത എന്തൊക്കെയാ ചെയ്തത്? എന്തൊക്കെയാ? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മക്കയിൽ 10 പൈസ ഇല്ലാതെ ഹിജ്റ വന്നപ്പോൾ പറഞ്ഞു, ബറക്കല്ലാഹു ലക്, നിനക്ക് പടച്ചോൻ ബറക്കത്ത് ചെയ്തിട്ടുണ്ട്, ഈ പേടിക്കണ്ടട്ടോ. പിന്നെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അങ്ങോട്ട് പൊങ്ങിപ്പോയി. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മരിക്കുമ്പോൾ മദീനയിലെ ഏറ്റവും വലിയ മുതലാളി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് മുതൽ കൊണ്ടൊക്കെ കുടുങ്ങി. അവസാനം അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു മരിക്കുന്ന സമയത്ത് ബദ്രീങ്ങളെ പറ്റി അന്വേഷിച്ചു. ഓരോ ബദ്രീങ്ങൾക്കും 4 ലക്ഷം സ്വർണ്ണ നാണയം കൊടുക്കാൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തീരുമാനിച്ചു. ഒരു ബദ്രീങ്ങൾപ്പെട്ട ആൾക്ക് എത്ര? 4 ലക്ഷം സ്വർണ്ണ നാണയം. അന്ന് 100ഓളം ബദ്രീങ്ങൾ മദീനയിലുണ്ടായിരുന്നു. ഓരോരുത്തർക്കും 4 ലക്ഷം സ്വർണ്ണ നാണയം കിട്ടി. മിൻ മാലി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ധനത്തിൽ നിന്ന്, അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ ധനത്തിൽ റളിയല്ലാഹു അൻഹു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, ഉറക്കെ പറ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. എന്റെ ഒരു വാക്ക് മുത്ത് മുഹമ്മദ് മുസ്തഫ പറഞ്ഞിട്ടുള്ളൂ. ഒറ്റ വാക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ. ഒറ്റ വാക്ക്. നിനക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യുന്നു, ബർക്കത്ത് ചെയ്തു. ഏറ്റവും വലിയ ധനാഢ്യൻ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫാൻ റളിയല്ലാഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മുആവിയയുടെ അടുത്തേക്ക് പറഞ്ഞു. മുആവിയയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ഇബ്നു അബ്ബാസ് ചെറുപ്പക്കാരനാ. ചെന്നപ്പോൾ മുആവിയ വീട്ടിൽ ഭക്ഷണം കഴിക്കുക. അപ്പോൾ പിന്നെ സംസാരിക്കാതെ തിരിച്ചു വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ റസൂലുള്ള പിന്നെയും പറഞ്ഞു. മുആവിയനോട് അത്യാവശ്യ കാര്യം പറഞ്ഞേക്കാൻ വേണ്ടി വീണ്ടും റസൂലുള്ള പറഞ്ഞയച്ചു. അപ്പോൾ ചെന്നപ്പോൾ മുആവിയ വീണ്ടും ഭക്ഷണം കഴിക്കുക. തിരിച്ചു വന്നു. അപ്പോൾ എന്തേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ അതേതുഹു മറത്തൻ കുല, ഒന്നാമത്തെ ചെന്നപ്പോഴും ഓവയോക്കുലു അദ്ദേഹം തിന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ രണ്ടാമത്തെ വട്ടം ചെന്നപ്പോഴും അദ്ദേഹം തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ഓവലായഷ്പാറു, മൂപ്പർക്ക് വയറെന്നറിയില്ല. റസൂലുള്ള ഭക്ഷണം കഴിക്കും. മരണം വരെ മുആവിയക്ക് വയറെന്നറിയില്ല. അലി റളിയല്ലാഹുവിന് ശേഷം ഖലീഫയായ ആളാണ്. നല്ല മനുഷ്യനാ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ 2 വട്ടം റസൂലുള്ള പറഞ്ഞപ്പോഴും ഇവർ തിന്നുക. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഓവലായഷ്പാറു, മൂപ്പർക്ക് പള്ളറിയില്ല. അങ്ങനെ തന്നെ സഹാബികളുടെ കൂട്ടത്തിൽ പള്ളനറിയാത്ത സഹാബിയാണ് മുആവിയ റളിയല്ലാഹു അൻഹു. ബിദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര സംഭവമാണ്. സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു രോഗത്തിൽ കിടക്കുമ്പോൾ മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ്, ഈ രോഗത്തിൽ ഈ മരിക്കൂല, പേടിക്കൊന്നുമില്ല. പക്ഷെ ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ പിന്നെ നിന്റെ കണ്ണ് നഷ്ടപ്പെടും. അപ്പോൾ നീ ക്ഷമിച്ചാൽ മതി. സയ്യിദ് ഇബ്നു അർഖമിന് ഒന്നും പറ്റിയില്ല റളിയല്ലാഹു അൻഹു. സയ്യിദ് മുത്ത് മുഹമ്മദ് മുസ്തഫ വഫാത്തായപ്പോൾ സയ്യിദ് ഇബ്നു അർഖമിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. മരണം വരെ കുരുട് മാറിയിട്ടില്ല. എന്തുകൊണ്ട്? പുണ്യ നബി നേരത്തെ പറഞ്ഞതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എത്ര സംഭവം. അതൊന്നും ഹബീബിലേക്ക് ചോർത്താൽ സംഭവമേ അല്ല. എന്താണ് മുഹമ്മദ് നബിയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത്? തസ്കിയത്തുൽ ഉമ്മ. ഒരു ജനത്തെ പുണ്യ നബി ശുദ്ധീകരിച്ചതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഉറക്കെ പറയണം, മുത്ത് മുഹമ്മദ് മുസ്തഫ. അതാണ് റസൂലുള്ളാഹിയുടെ മുഅ്ജിസത്ത്. ഒന്ന് ഖുർആനാണ്, രണ്ട് കാര്യത്തിനാണ് ഇബ്രാഹിം ദുആയിരുന്നത്. ഒന്ന്, ഈ നബിക്ക് ഖുർആൻ കിട്ടണം. രണ്ട്, ഈ നബി ജനങ്ങളെ ശുദ്ധീകരിക്കണം. പുണ്യ മുഹമ്മദ് മുസ്തഫ. മറ്റുള്ള നബിമാർക്ക് ജനങ്ങളെ കിട്ടിയിട്ടുണ്ട്, ശുദ്ധീകരിക്കാൻ കഴിഞ്ഞില്ല. മനുഷ്യന്മാരെ ശുദ്ധീകരിക്കാൻ കഴിയൂല. മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ ഇങ്ങനത്തെ ഒരു കൗമും മനുഷ്യന്മാരെ പോലെ ഉണ്ടാവില്ല. മുഖത്തേക്ക് നോക്കി ചിരിച്ചിട്ട് ഉള്ളിൽ ശത്രുത വെക്കുന്ന ഒറ്റ വർഗം ആകാശഭൂമിക്കിടയിലുള്ളത്. ഇങ്ങനത്തെ ഒരു ജനതയെ നന്നാക്കാൻ കഴിയൂല. ജെറൂസലേമിൽ ജൂതമല എന്നൊരു മലയുണ്ട്. ആ ജൂതമലയുടെ മുകളിൽ ഒരു കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിലാണ് ദി ലാസ്റ്റ് സപ്പർ ഓഫ് പ്രൊഫറ്റ് ഈസാ നബിയുടെ അവസാനത്തെ അത്താഴം. 12 ശിഷ്യന്മാരാണ് ആർക്ക്? ഈസാ നബിക്ക്. അതിൽ അവസാനത്തെ ശിഷ്യൻ ചതിച്ചു. ആകെ എത്രയേ ഉള്ളൂ? 12. ഇതിൽ ഒരാൾ ചതിച്ചു. മനുഷ്യനെ നന്നാക്കാൻ കഴിയില്ല. മനുഷ്യനെ നന്നാക്കുക എന്നുള്ള പ്രയാസമാണ്. കഴിയില്ലത് ഭയങ്കരമാണ്. എത്ര കഴിയില്ല, അത് പ്രയാസമാണ്. ഇതിലും വലിയൊരു അത്ഭുതം എനിക്ക് തോന്നണില്ല. എന്റെ തല ഇപ്പോഴും മനസ്സിലാവാത്തൊരു അത്ഭുതമാണ്. എങ്ങനെ ഇത് നബിക്ക് കഴിഞ്ഞു എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിയൂല. അത് നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ ചടഞ്ഞ ഇരിപ്പിരിക്കുന്നത്. നിങ്ങൾക്കത് എന്താണ് പറഞ്ഞത് ഇപ്പോഴും തിരിഞ്ഞിട്ടില്ല. മനുഷ്യനെ നന്നാക്കാൻ കഴിയൂല. 16 ലക്ഷം ജനങ്ങളെ കടൽ കടത്തി സയ്യിദുനാ മൂസ. ശത്രുവിനെ കണ്ണിന്റെ മുന്നിലിട്ട് കൊന്നുകൊടുത്തു സയ്യിദുനാ മൂസ. 6 ലക്ഷം പട്ടാളത്തെയും കൊണ്ട് ചെങ്കടലിൽ മുങ്ങിച്ചത്തു ഫിർഔൻ. എന്തേ ഫിർഔൻ? അല്ലാഹു അതിനെ പറ്റി പറഞ്ഞു, നിങ്ങൾ നോക്കി നിൽക്കവേ. അപ്പൊ അവര് കണ്ണിൽ കണ്ടു ശത്രുവിന്റെ പതനം. وَإِذْ فَرَقْنَا بِكُمُ الْبَحْرَ فَأَنْجَيْنَاكُمْ وَأَغْرَقْنَا آلَ فِرْعَوْنَ وَأَنْتُمْ تَنْظُرُونَ. സൂറത്തുൽ ബഖറ 50-ാമത്തെ വചനം. സമുദ്രത്തെ പിളർത്തി, മൂസാ ജനതയെ രക്ഷപ്പെടുത്തി, ഫിർഔൻ പ്രഭൃതികളെയും ഫിർഔനെയും മുക്കി. ഇസ്രായേല്യരെ നിങ്ങൾ നോക്കി നിൽക്കവേ. അങ്ങനെയാ പറഞ്ഞു. എന്നിട്ട് എന്തുണ്ടായി? എന്നിട്ട് ഇവർ കടൽ കടന്ന് പോയപ്പോൾ എന്തുണ്ടായി? അവരെന്ത് ചെയ്ത്? മൂസാ നബിയോട് ആദ്യം പറഞ്ഞത്, വിഗ്രഹത്തിന് സുജൂദ് ചെയ്യുന്ന, വിഗ്രഹത്തിന്റെ അടുത്ത് ഇഅ്തികാഫിരിക്കുന്ന ഒരു ജനത്തെ കണ്ടപ്പോൾ ഇവർ പറഞ്ഞത്, മൂസാ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. ഇവർക്ക് വിഗ്രഹങ്ങളുള്ളതുപോലെ ഞങ്ങൾക്കും നീ ഒരു വിഗ്രഹം ഉണ്ടാക്കിത്താ. അള്ളാന്റെ മാത്രം കണ്ണിൽ കണ്ട ജനങ്ങൾ മൂസാ നബിയോട് പറഞ്ഞു, സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, മൂസ നീ ഒരു വിഗ്രഹം ഞങ്ങൾക്കും ഉണ്ടാക്കിത്ത. കണ്ണിൽ കണ്ടതാ അവര് ശത്രു മരിക്കുന്നത്. നന്നായില്ല. 30 കൊല്ലമാണ് സ്വർഗത്തിൽ നിന്ന് ഇസ്രായേലികൾക്ക് മൂസാ നബി ഭക്ഷണം കൊടുത്തത്. നേരം വെളുത്താൽ കട്ടിത്തേനും കാടപ്പക്ഷിയും. നല്ല കാടപ്പക്ഷി കിട്ടും, നല്ല കാടപ്പക്ഷി കിട്ടും, നല്ല കട്ടിത്തേനും കിട്ടും. 30 കൊല്ലം കട്ടിത്തേനും കാടപ്പക്ഷിയും 30 കൊല്ലം കിട്ടി. എന്നിട്ടോ ഒരു ദിവസം മൂസ പറഞ്ഞു, ജെറീക്ക പട്ടണത്തിൽ അള്ളാഹുവിന്റെ ശത്രുക്കളുണ്ട്, അവരോട് യുദ്ധം ചെയ്യണം. ദ ഓൾഡസ്റ്റ് സിറ്റി ഓഫ് ദി വേൾഡ്, ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന പട്ടണമാണ് ജെറീക്ക. സമുദ്രനിരപ്പിൽ നിന്ന് 900 അടി സമുദ്രനിരപ്പിൽ നിന്ന് താഴെയാണ് ജെറീക്ക പട്ടണം. ജെറീക്ക പട്ടണത്തിൽ ഖൗമുൻ ജബ്ബാരീങ്ങൾ ഉണ്ട്, അവർ അള്ളാഹുവിന്റെ ശത്രുക്കളാണ്, അവരോട് യുദ്ധം ചെയ്യണം എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസ. എന്താ ഇവര് പറഞ്ഞത്? നീയും പഠിച്ചോനും യുദ്ധത്തിന് പോയിക്കോ. പഠിച്ചോന്റെ ചെലവ് തിന്ന. സ്വർഗത്തിൽ നിന്ന് തേനിറങ്ങി വരും ദിവസത്തിൽ. കാടപ്പക്ഷിനെ അവര് കെണി വെച്ച് പിടിച്ചിട്ട് തിന്നു. 30 കൊല്ലം
കാടപ്പക്ഷിയും കട്ടിത്തേനും. ഏതായാലും പടച്ചവന്റെ ഭക്ഷണം 30 കൊല്ലം ഒരു ജനത്തിന് കിട്ടി. എന്നിട്ട് ആ ജനത്തിനോട് പറഞ്ഞു, അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, നീ പോയിക്കോ യുദ്ധത്തിന്, ഞങ്ങളില്ല. എങ്ങനെയുണ്ട് ഒരു ജനം നന്നാവുക എന്ന് പറഞ്ഞ പ്രയാസല്ലേ? 12-ൽപ്പെട്ട ഒരാളല്ലേ ചതിച്ചത് സയ്യിദ്ന ഈസയെ? ഇല്ലേ? നിങ്ങൾക്കറിയൂലേ? അങ്ങനെ എത്ര അനുയായികളല്ലേ സക്കരിയയെ ചതിച്ചത്? അനുയായികളല്ലേ യഹ്യയെ ചതിച്ചത്? യഹ്യയെ കടപ്പുറത്ത് വെച്ചിട്ടല്ലേ വെട്ടിക്കൊന്നത്? ആര്? ഖുർആൻ പറഞ്ഞിട്ടുള്ള മഹാനായ നബിയുല്ലാഹി യഹ്യ. ബൈബിളിൽ പറഞ്ഞ ജോൺ പ്രവാചകൻ, ജോൺ ബൈബിളിൽ പറഞ്ഞ ജോൺ പ്രവാചകൻ ജോണിനെ പറയുന്നുണ്ട്. അത് ബഹുമാനപ്പെട്ട യഹ്യയാണ്, സയ്യിദ്ന യഹ്യ. മലയാളം ബൈബിളിൽ യോഹന്നാൻ എന്ന് പറയും, ഇംഗ്ലീഷ് ബൈബിളിൽ ജോൺ എന്ന് പറയും. അത് ഖുർആൻ പറഞ്ഞ യഹ്യയാണ്, സക്കരിയായുടെ മകൻ സയ്യിദ്ന സക്കരിയ. സക്കരിയായുടെ മകൻ യഹ്യയെ ചതിച്ചു. അനുയായികൾ ചതിച്ചതല്ലേ? എത്രയെത്ര നബിമാരെയാണ് അനുയായികൾ ചതിച്ചത്? എന്നാൽ പുണ്യ മുഹമ്മദ് മുസ്തഫ എന്താ നബിയുടെ ഹദീസ് ഇങ്ങോട്ട് നോക്ക്. ഇത് മുഹമ്മദ് നബിക്ക് മാത്രം കഴിഞ്ഞതാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് ഈ ജനത? തകർന്നു പോയ ജനത. 2500 കൊല്ലം അവർക്ക് നബിമാരെ വന്നിട്ടില്ല. നബിമാരുടെ ഘോഷയാത്ര നടക്കുമ്പോഴാണ് ആ ജനത നബിമാരെ ചതിച്ചത്. എന്നാൽ മക്കൾക്കാർക്കോ 2500 നബിമാർ കൊല്ലം, 2500 കൊല്ലം നബിമാർ അവർക്ക് വന്നിട്ടേ ഇല്ല. എന്നിട്ടും അവരിലേക്ക് വന്നു പുണ്യ മുഹമ്മദ് മുസ്തഫ. എന്നിട്ടോ ഒരു ചതിയൻ റസൂലുള്ളാഹിയുടെ സ്വഹാബിയിലില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാ ഹദീസ്? ഇതാണ് റസൂലുള്ളാഹിയുടെ ഏറ്റവും വലിയ മത്സരം, മുത്ത് മുഹമ്മദ് മുസ്തഫ. ഭയങ്കര, അത് പറ്റൂല, അത് മനുഷ്യന് കഴിയൂല. എന്റെ സ്വഹാബികൾ നക്ഷത്രങ്ങളെ പോലെയാണ്. അവരിൽ ആരോട് പിൻപറ്റിയാലും ഹിദായത്ത് ലഭിക്കുന്നതാണ്. ഏതൊരാളോട് പിൻപറ്റിയാലും ഹിദായത്ത് ലഭിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഫബിജമീഇഹിം എന്നല്ല, അവരോട് മൊത്തം പിൻപറ്റിയാൽ എന്നല്ല. ഫബിഫിർഖത്തിഹിം, അവരിൽ ഒരു സംഘത്തോട് പിൻപറ്റിയാൽ എന്നല്ല. ഫബിഅയ്യിഹിം, അവരിൽ ഏതൊരാൾ. ഹംസ റളിയല്ലാഹു അൻഹുവിനെ ചതിച്ചു കൊന്നിട്ടുള്ള ഒരാളും ആ കൂട്ടത്തിലുണ്ട്. ആര്? സയ്യിദുന വഹ്ശ് ഇബ്നു ഹർബ് ഓർക്കപ്പാറ റളിയല്ലാഹു അൻഹു. ആ മനുഷ്യനെ പിൻപറ്റിയാലും ഹിദായത്ത് കിട്ടും. ഹിദായത്ത് എന്നാൽ എന്താ? ഫാത്തിഹയിലെ ദുആ. നിങ്ങളൊരു സ്വഹാബിയെ പിൻപറ്റിയാൽ ഫാത്തിഹ ക്ലിയർ ആവും. ഏതാ ഫാത്തിഹ? ഞങ്ങൾക്ക് ഹിദായത്ത് തരണമേ എന്ന് ഫാത്തിഹ. ഈ ഫാത്തിഹ ക്ലിയർ ആകാൻ എന്ത് ചെയ്താൽ മതി? ഒരു സ്വഹാബിയെ പിൻപറ്റിയാൽ മതി. 1.25 ലക്ഷം സ്വഹാബി, അതിൽ 1 സെക്കൻഡ് കണ്ടുപിരിഞ്ഞ സ്വഹാബി ഉണ്ട്. 1 സെക്കൻഡ് കണ്ടുപിരിഞ്ഞ സ്വഹാബി ഉണ്ട്. അത്രയും കുറഞ്ഞ നേരം കണ്ടുപിരിഞ്ഞ സ്വഹാബി ഉണ്ട്. ആ സ്വഹാബിയോട് പിൻപറ്റിയാലും ഹിദായത്ത് ഉറപ്പാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒന്ന് നബി ഇങ്ങനെ നോക്കിയാൽ മതി, അത് നന്നാവും, പിന്നെ നാശാവില്ല. ഈമാൻ അയാളിലുണ്ടെങ്കിൽ നന്നാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ നബിയെ സ്വപ്നത്തിൽ കാണാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സ് തുറന്ന് പറ. അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കണ്ടാൽ പിന്നെ ആശാവില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സ് തുറക്ക്. ഇത് വെള്ളിയാഴ്ച രാവാണ്, വിചാരിച്ചാൽ സ്വപ്നം കാണാൻ സാധ്യതയുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. മുത്ത് റസൂലിനെ സ്വപ്നത്തിൽ കാണാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി, ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ അവൻ എന്നെ കണ്ടിരിക്കുന്നു. ഫഇന്ന ശൈത്വാന ലാ യതമസ്സലു ബി, എന്റെ രൂപത്തിൽ വരാൻ പിശാചിന് കഴിയുകയില്ല എന്ന് പുണ്യ റസൂൽ മുസ്തഫ. ഇത് അത്ഭുതമാണ്. ഒരു ജനത, ഒരു മനുഷ്യൻ. ഏതാണ് ജനതയെ നബി നന്നാക്കിയത്? ഏതാ ജനത? കണ്ടതിലീശ്വരത്വം കൽപ്പിച്ചു നടന്നൊടുക്കാം. നിരീശ്വരത്വത്തിലടിഞ്ഞു വീണു നിജസ്ഥ വിശ്വാസറബിയക്കാർ. കുറുമ്പ് മാറാത്ത ഖുറൈശി വര്യർ കോടിക്കൊടുത്തേൻ പലവട്ടവും താൻ നിങ്ങൾ കൂപ്പും കല്ലല്ല മരമല്ലാഹു സർവശക്തനേകൻ. ഇവർക്കിരുട്ടെ പ്രിയമിത്രം മൂടി കെടുക്കയായി കൈത്തിരി കൊണ്ടു ചെന്നാൽ മിന്നാമിനുങ്ങിൻ ചെറുതാം വെളിച്ചം പോലും സഹിക്കാത്ത തമസിതേനോ.
ഒരു മിന്നാമിനിങ്ങിന്റെ വെളിച്ചം പോലും അവരിഷ്ടപ്പെടില്ല. ആ ജനതയായിരുന്നു മക്കക്കാർ. ആ മക്കക്കാരിലേക്കാണ് പുണ്യ മുഹമ്മദ് വന്നത്. ഉറക്കപ്പറ മുത്ത് മുഹമ്മദ് മുസ്തഫ. നന്നായില്ലേ? എന്ത് നന്നായി! ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ച് കൈക്കോടാലി കൊണ്ട് വെട്ടിയ ഒരു പെണ്ണുണ്ടല്ലോ. കൈക്കോടാലി കൊണ്ടുവന്ന് ഹംസ ഇവിടെ നെഞ്ചിൽ കൊത്തി 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 മാർവണ്ണം പുലർത്തി കരൾ കൊണ്ടെടുത്ത് തുപ്പിട്ടിരുന്നു ഒരു പെണ്ണ്. എന്താണ് ആ പെണ്ണിന്റെ പേര്? ഹിന്ദ്. ഹിന്ദ് എന്ന് പറഞ്ഞാൽ പറ്റൂല. റളിയല്ലാഹു അൻഹ. എന്റെ ഫബി അയ്യിഹിം ഇഖ്തദൈതും ഇഖ്തദൈതും. നബിയുടെ സ്വഹാബിയാൽ പിന്നെ നശാവില്ല. അല്ലാഹു ആ സ്വഹാബികളെ പിൻപറ്റാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. എനിക്ക് ഇതിനേക്കാൾ വലിയ ഒരു അത്ഭുതം എനിക്കറിയില്ല. കാരണം മനുഷ്യൻ നന്നാക്കാൻ കഴിയില്ല. എങ്ങനെ ഈ മനുഷ്യനെ നന്നാക്കി എനിക്ക് മനസ്സിലാവണില്ല. 26 കൊല്ലം ഒരു കമ്പനിയിൽ 2 ആൾ ജോലി ചെയ്തിരുന്ന ഒരു മാവൂർക്കാർ 2 ആൾ. അങ്ങനെ ഒരാൾ റിട്ടയർമെന്റ് വാങ്ങിയിട്ട് റിട്ടയർഡ് ആയിട്ട് നേരത്തെ പോരുന്ന സമയത്ത് അയാൾക്ക് കുറച്ച് പൈസ കിട്ടാനുണ്ടായിരുന്നു കമ്പനിയിൽ നിന്ന്. അങ്ങനെ സൗദിയിലെ ഈ കമ്പനിയിൽ നിന്ന് ഈ പൈസയൊക്കെ വാങ്ങി പോരുമ്പോൾ കൂട്ടുകാരനായി 26 കൊല്ലം കൂടെ കടന്നുറങ്ങിയ മാവൂർക്കാരനായ കളിച്ചു വളർന്ന അടുത്ത കൂട്ടുകാരൻ ഇവനോട് ചോദിച്ച് ഈ നാട്ടിൽ പോയിട്ട് എന്താ എടുക്കാന്ന്. അപ്പോൾ പറഞ്ഞു, എനിക്ക് മാവൂരിലൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങണം എന്ന് ഉദ്ദേശമുണ്ട്, ഞാൻ അതാ പോകുന്നത്. അപ്പോൾ ഇവൻ ചോദിച്ച് എൻ്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് ഷെയർ കൂട്ടുമോ? ഇയാണെങ്കിൽ കൂട്ടാന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്ത് മറ്റവന് 26 കൊല്ലം കമ്പനിയിൽ ജോലി ചെയ്ത് ഉണ്ടാക്കിയ പൈസ എന്ത് ചെയ്ത് ആ ഉള്ള സംഖ്യയും ഇവൻ്റെ കയ്യിൽ കൊടുത്ത് ഇയ്യ് പോയി സൂപ്പർ മാർക്കറ്റ് തുടങ്ങ്, അതൊന്ന് പച്ച പിടിക്കുമ്പോഴത്തേന് ഞാനും റിട്ടയർമെന്റ് വാങ്ങിയിട്ട് വരാം, പിന്നെ നമുക്ക് അവിടെ കൂടാം. അങ്ങനെ ഉള്ള പൈസയും കൂടി വാങ്ങി മറ്റം വന്ന് മാവൂര് സൂപ്പർ മാർക്കറ്റ് തുടങ്ങി. 6 മാസം കഴിഞ്ഞപ്പോൾ കേസ് മദ്യം പറയാൻ കൂട്ടിയ ഒരാൾ ഞാനാണ്. അവൻ പറഞ്ഞു, പൊന്നാരൻ്റെ ഉസ്താദ് എപ്പം എന്നെ ചതിക്കുന്നു എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞങ്ങൾ ഒരു പായ കിടക്കും പോലെയാണ് കിടന്നത്. എത്ര കൊല്ലം? 26 കൊല്ലം. 26 കൊല്ലം കൂടെ കടന്നുറങ്ങിയ മനുഷ്യനാ ചതിച്ചത്. എനിക്കിത് മനസ്സിലാവണില്ല. എനിക്ക് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. അത് അങ്ങനെയാണ് മനുഷ്യന്റെ സ്വഭാവം, അങ്ങനെയാണ്. എന്താണ് മനുഷ്യന്റെ ഉള്ളെന്ന് മനസ്സിലാക്കാൻ അല്ലാഹു അല്ലാത്ര കഴിയില്ല. അതങ്ങനെയാണ്. പിന്നെ നമ്മളോട് ഇങ്ങനെ നമ്മളെ പെണ്ണുങ്ങളൊക്കെ പറയും, മരിക്കണവരെ നിങ്ങളൊപ്പം ഞാൻ ഉണ്ടാവും എന്ന് പറയുമ്പോൾ അത് വലിയ വാക്കാന്ന് വിചാരിച്ച് നമ്മളതിൻ്റെ പിന്നാലെ നടക്കുന്നേ ഉള്ളൂ. സത്യത്തിൽ മരിക്കണത് വരെ ഇവള് നമ്മളൊപ്പം ഉണ്ടാകേണ്ട ആവശ്യവും ഇല്ല. മരിച്ചിട്ടാണ് ഇവള് നമ്മളൊപ്പം ഉണ്ടാവേണ്ടത്. കാരണം നമുക്ക് ആരുമില്ലാത്ത ദിവസം അതാണ്. അതുണ്ടാവില്ല എന്ന് ഇവൾ അഡ്വാൻസായി പറഞ്ഞിട്ടുണ്ട്. നമുക്കത് മനസ്സിലായിട്ടില്ല. മരിക്കണത് വരെ ഇവൾ ഉണ്ടാകേണ്ട ആവശ്യമില്ല. ഇതാ മനുഷ്യനെ നന്നൊക്കെ കഴിയൂല. ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞത് ഒരു മനുഷ്യനാ, പുണ്യ മുഹമ്മദ്. എന്താ അവർ ചെയ്തത് നോക്കി നിങ്ങൾ. എന്താ ചെയ്തത്? രസമുണ്ട്. എന്നിൽ നിന്ന് കണ്ടു പകർത്തിയവരെ കാണാത്തവർക്ക് എത്തിച്ചു കൊടുക്കുവേ എന്ന് പ്രസംഗിച്ചു മുത്ത് മുഹമ്മദ് മുസ്തഫ. ആ പ്രസംഗം കേട്ട് കഴിഞ്ഞ ഉടനെ അവർ പുറപ്പെട്ടു. പിന്നെ പോവാ. എങ്ങോട്ടാ പോയത്? അങ്ങനെ ഒരു ജനത ഉണ്ടാവും. എങ്ങോട്ടാ പോയത്? സ്വഹാബികൾ. എങ്ങോട്ടാ പോയത്? അവർ മടങ്ങി വരുമ്പോൾ അവരെ ഒട്ടകം ഏത് ദിശയിലേക്കാണോ തിരിഞ്ഞു നിൽക്കുന്നത് ആ ദിശയിലേക്ക് പോയി. പ്രസംഗം കേട്ട് സ്വഹാബികൾ മടങ്ങി വരുമ്പോൾ ആ സ്വഹാബിയുടെ ഒട്ടകം ഏത് ദിശയിലേക്കാണോ തിരിഞ്ഞു നിൽക്കുന്നത് ആ സ്വഹാബി ആ ദിശയിലേക്ക് പോയി. ചിലർ ഇന്തോനേഷ്യയിലെത്തി, ചിലർ ചൈനയിലെത്തി, ചിലർ മലേഷ്യയിലെത്തി, ചിലർ ഇന്ത്യയിലെത്തി, ചിലർ ഇരുളടഞ്ഞ ആഫ്രിക്കയിലെത്തി, ചിലർ ട്രിപ്പോളിയിലെത്തി, തൊറാബെൽസിൽ, ചില ആളുകൾ ടുണീഷ്യയിലെത്തി, ചില ആളുകൾ പഞ്ചായിലെത്തി, മൊറോക്കോയിൽ, ചില ആളുകൾ കൈറോവിലെത്തി. അങ്ങനെ പോയി. എവിടേക്ക് പോയ പാടുകളിൽ മുഴുവനും അവരെ പേര് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ജനതയാ ലോകത്തിന് വെളിച്ചം കൊടുത്ത ആ സ്വഹാബ് മുഹമ്മദ്. അതിനേക്കാൾ വലിയൊരു അത്ഭുതം എനിക്കറിയൂല. ഇതാണ് ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം, പുണ്യ മുഹമ്മദിന്റെ സ്വഹാബത്താണ്. ആ ഒരു ജനതയെ നന്നാക്കല്ലേ. എന്താണ് ആ ജനത ചെയ്തത്? എങ്ങനെയാ ജനതയെ നന്നാക്കിയത്? എനിക്കറിയില്ല. എങ്ങനെ നന്നാക്കണം? എങ്ങനെയാ ഒരു ജനത നന്നാക്കിയത്? എങ്ങനെയാ?
ഒന്നും രണ്ടും അല്ല. നിങ്ങൾക്കറിയോ ഒരു ദിർഹം സ്വന്തം അനുജന്റെ കയ്യിലാണെങ്കിലും അനുജനെ കൊന്നിട്ട് ദിർഹം എടുക്കുന്നവരായിരുന്നു അവർ. ഒരു ദിർഹം അനുജന്റെ കയ്യിലാണെങ്കിൽ അനുജനെ കൊന്ന ആ ദിർഹം അവർ കവർച്ച ചെയ്യും. ആ ജനതയിലേക്കാണ് പുണ്യ റസൂൽ വന്നത്. പിന്നെ ആ ജനത എന്താ ചെയ്തത്? എനിക്ക് മുത്ത് മുഹമ്മദ് മുസ്തഫ അനുജന്റെ കയ്യിൽ ഒരു ദിർഹം കണ്ടാൽ അനുജനെ കൊന്നിട്ട് ഏട്ടൻ ആ ദിർഹം കൈവശപ്പെടുത്തും. അങ്ങനെയുള്ള ജനതയിലേക്കാണ് പുണ്യ റസൂൽ വന്നത്. പിന്നെ ആ ജനത എന്തായി എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് പൈസയും കൊണ്ട് സ്വഹാബികൾ നടക്കുക ദാനം ചെയ്യാൻ. ആർക്കാ ദാനം ചെയ്യുക? ഇങ്ങോട്ട് പ്രത്യുപകാരം ചെയ്യാത്ത ആൾക്ക്. അതിന് ആർക്ക് കൊടുത്താലും അയാൾ ഒന്ന് ചിരിക്കെങ്കിലും ചെയ്യും. അയാൾ ഇങ്ങോട്ടൊന്ന് ചിരിച്ചാൽ ഇന്റെ സദക്കയുടെ കൂലി പോകുമെന്ന് പേടിച്ചിട്ട് നോക്കി അങ്ങനെ നടക്കും. ഇവര് സ്വതക്ക കൊടുക്കാൻ മിക്കവാറും ഉറങ്ങിക്കിടക്കുന്ന ആളുകൾക്ക്. അപ്പൊ ആരാ സ്വതക്ക കൊടുത്തതെന്ന് വാങ്ങിയവൻ അറിയൂല. അക്കാലത്ത് സാധാരണക്കാരായ ജനങ്ങൾ മരുഭൂമിയിലും മറ്റുമൊക്കെ ഉറങ്ങിക്കടന്ന് എണീക്കുമ്പോൾ പരിസരത്ത് തപ്പി നോക്കൽ പതിവായിരുന്നു അത്ര. അതായത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വെച്ചു പോകും. പള്ളിയുടെ ചെരുവിൽ ഒരാൾ ഉറങ്ങിക്കടന്ന ഒരു ഫലിതമുണ്ട് ഒരു ആയത്തിന്റെ തഫ്സീറിൽ. പള്ളിയുടെ ചെരുവിൽ ഒരാൾ ഉറങ്ങിക്കടന്നു. അപ്പോൾ മെല്ലെ വേറൊരാൾ വന്ന് അയാളെ തലയുടെ അടുത്തേക്ക് പൈസ വെച്ച് ഒറ്റ ഓട്ടം ഓടി. മുഖത്തേക്കൊന്നും നോക്കിയില്ല, പെട്ടെന്ന് ഓടി പൈസ വെച്ച് പാഞ്ഞ്. അയാൾ വീട്ടിൽ പോയി പള്ളി കിടക്കുന്ന ഒരാൾക്ക് ഇന്ന് ഞാൻ പൈസ കൊടുത്തല്ലോ എന്ന് റാഹത്തായി. ഇന്ന് എനിക്ക് പ്രത്യുപകാരം ചെയ്യാത്ത ഒരാൾക്ക് ഞാൻ അള്ളാന്റെ സദക്ക മാർഗത്തിൽ സദക്ക ചെയ്തല്ലോ എന്ന് സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മകൻ പരേക്ക് ചിരിച്ചുകൊണ്ട് കയറി വന്നു. ആത്താനി റബ്ബി ഇന്ന് എനിക്ക് പഠിച്ചോ നല്ല സമ്മാനാ തന്നത്. ആരോ പള്ളി ഞാൻ ചെരുവിൽ കിടക്കായിരുന്നു, ആരോ നല്ലൊരു സാധനം വെച്ച് പോയി എന്നോ. അപ്പൊ പാപ്പ പറഞ്ഞു, യാ അതാ എടാ എടുക്കല്ലടാ, ഇയാണെന്നെങ്കിൽ ഞാൻ തരുവോ? എനിക്ക് എന്നെ അറിയില്ലേ, എടുക്കല്ലടാ, അത് ഞാനാടാ വെച്ചത്, ഞാൻ എങ്ങെടുത്താ, ഞാൻ അത് വേറെ ആർക്കും കൊടുക്കട്ടെ. അപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് നടക്കാ, ഇത് പഠിച്ചോ എനിക്ക് തന്നതാ, ഞാൻ അവിടെ കിടക്കണം, എൻ്റെ മുഖം നോക്കി വെച്ചുകൂടായിരുന്നോ? എൻ്റെ മുഖം നോക്കാൻ നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ, ഞാൻ ധൃതിയിലായതുകൊണ്ട് മുഖം ഞാൻ നോക്കിയില്ല. എന്നാ അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, പൈസ ഞാൻ തരൂല. ബാപ്പയും മകനും ശണ്ട കൂടി. അപ്പോൾ ബാപ്പ പറഞ്ഞു, നബിയുടെ അടുത്ത് പോവാ, നബി വാങ്ങിത്തരും. ഈ നബിന്റെ അടുത്ത് പോലും ചോദിച്ചു. ഞാൻ നബിന്റെ അടുത്ത് പോരാ, നബി ഇത് വാങ്ങിത്തരാൻ സാധ്യത ഇല്ലായിരുന്നു. രണ്ടാളും പോയി. രണ്ടാളെ വിഷയം നബിയിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ നബി ചിരിച്ചു. നബി ചിരിച്ചിട്ട് പറഞ്ഞു, നിനക്ക് കൊടുത്ത കൂലിയുണ്ട്, നിനക്ക് എടുത്ത സാധനമുണ്ട്, നീ കേസ് പറയണ്ട, പോയിക്കോ. പാപ്പാക്ക് കൊടുത്ത കൂലിയും കിട്ടി, മകന് പൈസയും കിട്ടി. ഇത് ഇങ്ങനെയുള്ള ഒരു ജനത സ്വതക്ക കൊടുക്കാൻ വേണ്ടിയിട്ട് ഉറങ്ങിക്കിടക്കുന്നവരെ നോക്കുക. കാരണം നേരിട്ട് കൊടുത്താൽ അവൻ എൻ്റെ മുഖത്തൊക്കെ ഒന്ന് ചിരിച്ചാലോ, ചിരിച്ചാൻ്റെ കൂലി പോയാലോ? എങ്ങനെ ഒരു ജനത എങ്ങനെ നന്നാവുക? നിങ്ങളെന്താ വിചാരിച്ചത്? എങ്ങനെ ഒരു ജനത എങ്ങനെ നന്നാവുക? ഈ ജനങ്ങൾ യുദ്ധം ചെയ്യുന്ന സാഹചര്യത്തിൽ പേർഷ്യൻ സേനാ നായകന്മാർ എന്ത് ചെയ്ത്? ചാരന്മാരെ മുസ്ലിം തമ്പുകളിലേക്ക് അയച്ചു. ചാരന്മാർ വന്നു. ഇതാ ബഹുമാനപ്പെട്ട ഉസ്താദ് ഇന്ന് ഈ ആയത്ത് ഓടിയുള്ള തുടക്കത്തിൽ എനിക്ക് ആയത്ത് കേട്ടപ്പോഴത്തിന് ഓർമ്മ വന്നതാണ് ഈ ചരിത്രം. പേർഷ്യയിലേക്ക് റസൂലുള്ളാഹിയുടെ സ്വഹാബത്ത് യുദ്ധത്തിന് പോയി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പേർഷ്യയിൽ മുസ്ലിമീങ്ങൾ സ്വഹാബികൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പേർഷ്യയിൽ രാജാക്കന്മാർ ചാരന്മാരെ പറഞ്ഞയച്ചു മുസ്ലിം തമ്പുകളിലേക്ക്. നുഴഞ്ഞു കയറ്റക്കാരായ ചാരന്മാര് പട്ടാളക്കാരെ പരിശോധിച്ച് അവരെ രഹസ്യങ്ങൾ ചോർത്തിയെടുത്തിട്ട് പേർഷ്യക്കാരെ അറിയിക്കാൻ വേണ്ടി രാത്രി നുഴഞ്ഞു കയറിയ നുഴഞ്ഞു കയറ്റക്കാരായ ചാരന്മാര് മെല്ലെ ഒരു തമ്പിൽ പോയിട്ട് ആ തമ്പിലൂടെ ഓട്ടയുണ്ടാക്കി ഒളിഞ്ഞു നോക്കുമ്പോ എന്താ, പട്ടാളക്കാരെ കാണാനേ ഇല്ല. കുറച്ച് ആളുകൾ മുട്ടുകുത്തി നിന്നിട്ട് കരഞ്ഞിട്ട് നിസ്കരിക്കുക. അടുത്ത തമ്പിൽ പോയി നോക്കി, അപ്പോഴും അങ്ങനെ തന്നെയാ. അടുത്ത തമ്പിൽ പോയി നോക്കി, അപ്പോഴും അങ്ങനെ തന്നെയാ. അപ്പോൾ പിന്നെ അത്ഭുതമായി. അപ്പോൾ ഇവർ പേർഷ്യയോട് വന്ന് പറഞ്ഞ്, പട്ടാളക്കാരെ രാത്രിയായാൽ എങ്ങോട്ടോ മാറ്റുന്നുണ്ട്, പട്ടാളക്കാർ ഇവിടെ ഇല്ല.
ഇവിടെ കുറച്ച് മൊല്ലാന്മാര് പ്രാർത്ഥിക്കുന്നതായി കാണുന്നു. പകലിൽ അവർ അശ്വാരൂഢരായ വില്ലാളി വീരരാണ്, രാത്രിയിലോ അള്ളാഹുവിന്റെ മുന്നിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന മഹാന്മാരായ അള്ളാഹുവിന്റെ മുന്നിൽ പ്രാർത്ഥനാ നിരതരായി വീഴുന്ന ഭക്തരുമാണ് അസ്ഹാബ് മുഹമ്മദ്. അങ്ങനെയുണ്ട് ഒരു ജനത. പേർഷ്യക്കാർ അവരെ പട്ടാളക്കാര് യുദ്ധം ചെയ്യണമെങ്കിൽ കള്ളുകൊടുക്കണം. ഇത് രാത്രി കരയ, പകൽ യുദ്ധം ചെയ്യാം. ഏറ്റവും കരഞ്ഞ ആളാണ് ഇക്രിമ. യുദ്ധത്തിന് പോയാൽ കരയും, കരഞ്ഞിട്ടല്ലാതെ ഇക്രിമ യുദ്ധം ചെയ്യൂല. സയ്യിദുനാ ഇക്രിമ ആരുടെ മകൻ? അബൂജഹലിന്റെ മകൻ. അബൂജഹലിന്റെ മകൻ സയ്യിദുനാ ഇക്രിമ. മഹാനായ സയ്യിദുനാ ഇക്രിമ ഖായിമുൻ ബില്ലൈൽ വസായിമുൻ ബിന്നഹാർ വഹുവ യഖറഉൽ ഖുർആന വയബ്കി. ഖുർആൻ ഓതി കരഞ്ഞോടി യുദ്ധം ചെയ്യും. രാത്രി ഖുർആൻ ഓതി പൊട്ടിക്കരയും, പകൽ ഖുർആൻ ഓതി യുദ്ധം ചെയ്യും. രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കും, പകൽ മൊത്തം നോമ്പാണ്. നോമ്പ് ഹറാമായ പെരുന്നാൾക്കല്ലാത്ത ബാക്കി ദിവസം മുഴുവൻ നോമ്പാണ്. അള്ളാഹ്ക്ക് വേണ്ടി നോമ്പ് വെൽക്കും, യുദ്ധത്തിന് മുഴുവനും പോകും, കരഞ്ഞോണ്ട് യുദ്ധം ചെയ്യും, കരഞ്ഞോണ്ട് രാത്രി വരെ മുഴുവൻ നിസ്കരിക്കും. ഇക്രിമ ആരുടെ മകൻ? അബൂജഹലിന്റെ മകൻ. ആ മനുഷ്യനാണ് അവസാനത്തെ വെള്ളവും അടുത്താക്ക് ദാനം ചെയ്ത് മരിച്ചത് സയ്യിദുനാ ഇക്രിമ. എന്തൊരു മാറ്റം ഒരു ജനതക്കുണ്ടായി. ഖാലിദോ അറബ് നാട്ടിലെ മുട്ടാളനായിരുന്നു, മുട്ടാളന്മാരിൽ മുട്ടാളനായിരുന്നു ഖാലിദ്. ഇതേ ഖാലിദ് മരിക്കുന്ന നേരത്ത് കരയുകയാ, സ്വന്തം വീട്ടിൽ കിടന്ന് കരയുകയാ. സൈഫുല്ലാഹ് ഖാലിദ് ഇബ്നുൽ വലീദ് പൊട്ടിക്കരയുകയാ സയ്യിദുനാ ഖാലിദ്. എന്തിനാ ഖാലിദ് പൊട്ടിക്കരഞ്ഞെന്നറിയോ? അള്ളാന്റെ മാർഗത്തിൽ യുദ്ധക്കളത്തിൽ മരിക്കാൻ കഴിഞ്ഞില്ലല്ലോ, പൊരേ കിടന്ന് മരിക്കേണ്ടി വന്നല്ലോ. ഇതിന്റെ കാര്യമാണ്. നമ്മളെ കാര്യം അങ്ങനെയല്ല. നമുക്ക് പൊരേന്ന് മരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ ബേജാറ്. ഖാലിദ് കരിന് പൊരേന്ന് മരിക്കേണ്ടി വന്നല്ലോ. ആരാ ഖാലിദ്? വമാ ഫീ ജസദിഹി വമാ ഫീ ജസദിഹി മൗഖിഉൻ ഇല്ലാ ഫീഹി ളർബത്ത് മിൻ സൈഫിൻ ഔ തഅനത്തു മിൻ റുംഹിൻ. കുന്തത്തിന്റെ കുത്തോ വാളിന്റെ വെട്ടോ കിട്ടാത്ത ഒരു സ്ഥലം ഖാലിദ് ബിനുൽ വലീദിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. ഹത്താ ഫീ അഅ്ലാഇഹിൽ മസ്തൂറ, മറക്കപ്പെട്ട കാലിനിടയിലുള്ള അവയവത്തിൽ പോലും വിട്ടിട്ടിട്ടുണ്ട് സയ്യിദുനാ ഖാലിദ്. ഉറക്കപ്പറ സയ്യിദുനാ ഖാലിദ്. ആ ഖാലിദാണ് മരിക്കണ നേരത്തെ കരയുന്നത്. എന്റെ കരഞ്ഞ് യുദ്ധക്കളത്തിൽ മരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് കരയുകയാണ് സയ്യിദുനാ ഖാലിദ്. ഒരു ജനത മാറുകയായി. എന്തൊരു മാറ്റം നിങ്ങൾ ചിന്തിക്കുക. അവരാരാ? അടുത്ത കൂട്ടുകാരനെയും അടുത്ത സ്നേഹിതനെ, സ്വന്തം മനുഷ്യനെ പോലും ഒരു ദിർഹമിന് വേണ്ടി കൊന്നവരായിരുന്നു. അവരാരാ? പിന്നെ അവരെന്താ ചെയ്തത്? പട്ടിണി കടന്നിട്ട് രാത്രിയിലെ ഭക്ഷണം പോലും അടുത്ത ആൾ കൊടുത്തു. അസ്ഹാബ് മുഹമ്മദ്. മാറ്റം എന്ന് പറഞ്ഞാൽ എന്തൊരു മാറ്റം! ഒരു രാത്രി അഭയാർത്ഥിയായി കയറി വന്ന ഒരാൾക്ക് മുന്നിൽ പുണ്യ റസൂൽ എണീറ്റു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നാരാ ഇയാളെ വിരുന്നുകാരനാക്കുക? പിന്നെയും വിളിച്ചു. ആരും എണീറ്റില്ല. ഫഖാമ അബൂ ത്വൽഹത്തുൽ അൻസ്വാരി. അബൂ ത്വൽഹ പറഞ്ഞു, ഞാൻ വിരുന്നുകാരനാക്കാം, ഞാൻ കൊണ്ടുപോകാം. അബൂ ത്വൽഹ കൊണ്ടുപോയല്ലോ. അബൂ ത്വൽഹയുടെ വീട്ടിൽ ചെന്ന് ഉമ്മു സുലൈം എന്ന തന്റെ ഭാര്യയുടെ അടുത്തെത്തിയപ്പോൾ ഉമ്മു സുലൈം പറഞ്ഞു, ഇവിടെ രാത്രി ഭക്ഷണം ഇല്ല, പിന്നെന്തിനാ കൊണ്ടുവന്നത്?